الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك أوحينا قرآنا عربيا لتنذر أم القرى ومن حولها وتنذر يوم الجمع لا ريب فيه في الجنة وفريق في السعير. ولو شاء الله واحدة ولكن يدخل من يشاء في رحمته والظالمون ما لهم من ولي ولا نصير. أم اتخذوا من دونه الولي وهو يحيي الموتى وهو على وما اختلفتم فيه من شيء فحكمه إلى الله. ذلكم الله ربي عليه توكلت وإليه أنيب. فاطر السماوات والأرض جعل لكم من أنفسكم أزواجا ومن الأنعام أزواجا يذرأكم فيه ليس كمثله شيء وهو السميع البصير. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. نزلوا بمكة في قبائل نوفل ونزلت بالبيداء بعد منزلي وتقلبوا فرحين تحت ظلالها ظللي وسقوا من الصافي المعتق ريهم وسقيت دمعة والد متململي. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശൂറയിലൂടെ ആദ്യമായി അവനെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീനെ സംബന്ധിച്ചും ആ വഹീന്റെ വിധിയെ സംബന്ധിച്ചുമെല്ലാം ഇന്നലെ നാം പറഞ്ഞു. അതിൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു നൽകിയ പ്രത്യേക തരം വഹയാണ്. വകദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യ. അപ്രകാരം അല്ലാഹുവെ സംബന്ധിച്ച് തങ്ങൾക്ക് വഹീ
തങ്ങളിലേക്ക് നാം വഹി അറിയിച്ച ഖുർആനൻ അറബിയൻ, അറബി ഭാഷയിലുള്ള ഖുർആൻ, വ്യക്തമായ അറബി ഭാഷയിലുള്ള ഖുർആൻ തങ്ങൾക്ക് നാം വഹിയായി നൽകി. ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ. ഖുർആൻ ഇറക്കി തന്നത് തങ്ങൾ മുന്നറിയിപ്പ് നൽകാനാണ്. ഉമ്മുൽ ഖുറയിൽ താമസിക്കുന്ന ആളുകൾക്കും വമൻ ഹൗലഹാ അതിന്റെ പരിസരത്തും മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, എല്ലാ മുന്നറിയിപ്പുകളും കൊടുക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നാം ഇറക്കി തന്നു. വതുൻദിറ യൗമൽ ജംഅ്, സംഗമ ദിവസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ. ഇവിടെയുള്ള എല്ലാം സംഗമിക്കുന്ന, ഒരുമിച്ച് കൂടുന്ന ഒരു ദിനം വരാനുണ്ട്. ലാ റൈബ ഫീ, അങ്ങനെ സംഗമിക്കുമെന്നതിൽ സന്ദേഹമില്ല. ആ ദിവസത്തെക്കുറിച്ച് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകണം. ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ് സഈർ. സ്വർഗത്തിലും മറ്റൊരു വിഭാഗം ആളുകൾ കത്തിജ്വലിക്കുന്ന നരകത്തിലുമാണ്. അങ്ങനെ രണ്ടായി വേർതിരിക്കുന്ന ഒരു ദിനം, ആ ദിവസത്തിന്റെ ഭയാനകതകളെക്കുറിച്ച്, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗമായി മനുഷ്യരെ ദുനിയാവിൽ വേർതിരിച്ചതുപോലെ ആഖിറത്തിലും വലൗ ശാ അല്ലാഹു ലജഅലഹും ഉമ്മതൻ വാഹിദ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും ഏക സമൂഹമാക്കാമായിരുന്നു. ഒന്നുകിൽ എല്ലാവരും നേർമാർഗം പുൽകിയവർ, അല്ലെങ്കിൽ എല്ലാവരും മാർഗഭ്രംശം സംഭവിച്ചവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഒരു ദീനിലായി എല്ലാവരെയും അല്ലാഹു വിവിധ ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകിയ വിവക്ഷയാണ്. എല്ലാവരും ഒന്നുകിൽ നല്ല വഴിക്ക് നീങ്ങുന്നവർ, അല്ലെങ്കിൽ എല്ലാവരും പിഴച്ചവർ. അങ്ങനെ ഒരു നിശ്ചയം അല്ലാഹുവിന് വെക്കാമായിരുന്നു. പക്ഷേ വലാകിൻ യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി, അല്ലാഹു അവൻ ഉദ്ദേശിച്ചവരെ ദീനിൽ ഇടം കൊടുക്കാത്ത ആളുകൾ എന്തേ അവർ ദീനിൽ വരാതിരുന്നത് എന്നതിന് ഒരു സൂചനയും കൂടി ഈ വാക്കിലുണ്ട്, വചനത്തിലുണ്ട്. വദ്ദാലിമൂന മാ ലഹും മിൻ വലിയ്യിൻ വലാ നസീർ. അകലെ കാണിച്ചു കൊടുത്തിട്ടും സ്വീകരിക്കാതെ അക്രമം ചെയ്ത ആളുകൾ മാ ലഹും മിൻ വലി. മഹാന്മാര് മസല പഠിപ്പിച്ചിടത്ത് പല അക്ഷരങ്ങളും മാറാം, പക്ഷെ ലാദും ലാവും മാറുന്നതാണ് കാര്യമായിട്ട് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മസല. മാറാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു അക്ഷരമാണ്. ലാ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ നാവ് മേൽഭാഗത്തുള്ള പല്ലിൽ ഒന്ന് ഉരസി ലാ ലാ എന്ന് പറയും. അത് ത്വാഇന്റെ മേലെ പുള്ളിയിട്ട ലാ ആണ്. ഫാത്തിഹ സൂറത്തിൽ ഉള്ളത് അതല്ല, സ്വാദിന്റെ മേലെ പുള്ളിയുള്ള ലാദാണ്. അത് മുകൾ ഭാഗത്തെ ഉളിപ്പല്ലിന്റെ ശേഷമുള്ള പല്ലുകളിൽ നാവിന്റെ വലത്തെ ഭാഗമോ ഇടത്തെ ഭാഗമോ ഏത് ഭാഗാലും കുഴപ്പമില്ല, ഒന്ന് ഉരസുന്ന നേരത്ത് വരുന്ന ഒരു സ്വരമാണ് വാദ്. നാവിന്റെ ഈ തുടക്ക ഭാഗം തന്നെ വളച്ചു പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണമെന്നില്ല, അങ്ങനെ കഷ്ടപ്പെട്ട് ഇടങ്ങറാകണം. രണ്ട് ഭാഗത്തേക്കും ഒരുപോലെ നാവ് സ്പർശിച്ചുകൊണ്ട് വാദ് പൊടിയാൻ കഴിവുള്ള ആളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
ളാദ് നല്ലോണം ശ്രദ്ധിക്കണം എന്നത് കൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അന അഫ്സഹു മൻ നതഖ ബില്ലാദ് എന്ന് പറഞ്ഞു. ളാദ് സ്ഫുടമായി മുടിയാൻ കഴിയുന്ന ആളാണ് ഞാൻ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അറബി ശരിക്ക് മഖ്റജ് അനുസരിച്ച് ഉച്ചരിക്കണം. അതുകൊണ്ടാണ് ശരിയായ നിലക്ക് മഖ്റജ് അറിയാത്ത ആള് നമ്മളെല്ലാവരും അല്ലാഹ് എന്ന് പറയുമ്പോ മറ്റുള്ളവർ ചിലപ്പോ അല്ലാഹ്, അത് ഏതാണ് എവിടുന്നാണ് ഇത് മൊഴിയേണ്ടത് എന്ന് വശമില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെ അള്ളാഹിനോടൊന്ന് പറയണം എന്ന് പറഞ്ഞു. അവര് മുസ്ലിങ്ങളല്ല, പക്ഷെ നമ്മൾ അള്ളാഹ് എന്ന് പറയുമ്പോൾ അവരത് കേട്ടിട്ട് പറയാണ്. അങ്ങനെ ഒരു ജലാലത്തിന്റെ ഇസ്മ മൊഴിയാനുള്ള മഖ്റജ് അവർക്ക് അറിയില്ല. അപ്പൊ പിന്നെ അറിയുന്ന ശൈലി അങ്ങനെ പറയണം. ഞാനിവിടെ പറഞ്ഞത് അറബി ഭാഷ വളരെ കൃത്യമായി അതിന്റെ മഖ്റജ് അനുസരിച്ച് നമ്മൾ പഠിക്കണം. മഖാരിജുൽ ഹുറൂഫി സബ്അത അശർ അലല്ലദീ യഖ്താറുഹു മാൻ ഇഖ്തബർ. ഇമാം ജസരി പഠിപ്പിച്ചു, അറബിയിൽ അക്ഷരം കൂടുതലുണ്ടെങ്കിലും മഖ്റജുകൾ 17 എണ്ണമാണ്. കുറച്ച് അക്ഷരത്തിനുണ്ട് 17 എണ്ണം. അപ്പോ ഒരു മഖ്റജിൽ നിന്ന് തന്നെ 2ഉം 3ഉം ഒക്കെ അക്ഷരങ്ങൾ വരും. അപ്പൊ പിന്നെ ആ അക്ഷരങ്ങളൊക്കെ ഒരു മഖ്റജിൽ തന്നെ ആകുമ്പോൾ മൊഴിയാനും ശീലിക്കാനും ഒക്കെ സുഖമാണ്. പക്ഷെ അക്ഷരങ്ങളുടെ മഖ്റജുകൾ നിർബന്ധമാണ്. ഫാത്തിഹ പഠിക്കുന്ന ഒരാൾക്ക് അത് പഠിക്കൽ നിർബന്ധമാണ്. ഹർഫുകൾ പഠിക്കണം, ആ ഹർഫുകളുടെ മഖ്റജുകൾ പഠിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ഷദ്ദുകൾ പഠിക്കണം, മദ് പഠിക്കണം, വഖഫ് പഠിക്കണം. എല്ലാം പഠിച്ചു ഓതണം. എല്ലാം കൂടി ഓതാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഫാത്തിഹ സൂറത്തെങ്കിലും തെറ്റുകൂടാതെ നമ്മൾ ഓതാൻ പഠിക്കണമില്ല. ഇവിടെ അതിന് സംവിധാനം മുമ്പുണ്ടായിരുന്നു. അത് തുടങ്ങിയോന്നറിയില്ല. തുടങ്ങിയോ? ഹിസ്ബ് ക്ലാസ് ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒഴിവും കഴിവും ഉണ്ടാക്കി പങ്കെടുക്കണം. കാരണം നമ്മൾ വിചാരിച്ചതുപോലെയല്ല ഈ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ. ശരി, 2 ദിവസം ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു 7 ദിവസം ഉണ്ട്. നമ്മളൊക്കെ സൗകര്യം വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പോ അതിന് സൗകര്യപൂർവം പങ്കെടുക്കണം. സഹോദരിമാർക്ക് വേറെ ചാൻസുകൾ വെച്ച് അവരും പഠിക്കണം. എല്ലാവരും പഠിക്കൂലേ? അവരിതുണ്ട്. നമ്മൾ പഠിക്കേണ്ട പ്രായത്തിന് പ്രശ്നമൊന്നുമില്ല. എന്താ ഇപ്പം അങ്ങോട്ട് പഠിച്ചത്? ഇപ്പോഴാണ് ഒരു ബോധോദയം വന്ന, ഇപ്പോഴെങ്കിലും വന്നതാൽ അങ്ങനെ കണക്കൂട്ടി നമ്മൾ പഠിക്കണം. അറബി ഭാഷ സ്ഫുടമായി വിശുദ്ധ ഖുർആനിന്റെ ഭാഷയാണ്. ഖുർആൻ ഓതാനുള്ള ഏറ്റവും വലിയ കഴിവ് അതിന്റെ തജ്വീദ് അനുസരിച്ചുള്ള ഓത്തുന്നുണ്ട്. അതിനാണ് കൂടുതൽ പ്രാധാന്യം. ശൈലി അതെല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ തജ്വീദ് പഠിച്ച് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും തജ്വീദ് അനുസരിച്ച് ഓതാൻ കഴിയും. അങ്ങനെയാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു കൊടുത്തതും തങ്ങൾ ഓതിക്കൊടുത്തു. ഓരോത്തെങ്ങാനും ഏതെങ്കിലും ഒരു സ്വഹാബി മാറി ഓതിയാൽ അപ്പോഴേക്ക് ബാക്കിയുള്ള സ്വഹാബിമാർ ഇടപെടും. നിങ്ങൾക്ക് എവിടുന്നത് കിട്ടിയത്? ഞങ്ങളൊന്നും ഓതുന്ന ഓത്തല്ലല്ലോ, നിങ്ങൾ വേറൊരു ഓത്താണല്ലോ ഓതുന്നത്. അതും ഒരു സ്വഹാബിയാണ്, ഈ കേൾക്കുന്നതും സ്വഹാബിമാരാണ്. അപ്പോൾ പിന്നെ അവര് വേഗം തീരുമാനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തും, തീരുമാനിക്കും. രണ്ടും ശരിവെച്ചു കൊടുത്ത സംഭവങ്ങൾ ഹദീസിൽ ധാരാളം കാണാം. ഖിറാഅത്ത് 1ഉം 2ഉം അല്ലല്ലോ. മുതവാത്തിറായതിൽ നിന്ന് 7 എണ്ണമുണ്ട്, അല്ലാത്തതും കൂട്ടിയാൽ 10 എണ്ണമുണ്ട്. നമ്മളൊക്കെ കൂടി പഠിക്കണ്ട ഒരു ശൈലിയിൽ. ഇനി എല്ലാം കൂടി ഉണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ അത് നമുക്കൊക്കെ ഫർള് ഐനാണ്. പഠിക്കണം, തെറ്റുകൂടാതെ പഠിക്കണം. ഖുർആനൻ അറബിയൻ. എന്തിനാണ് അല്ലാഹു തആല ഈ ഖുർആനെ ഇങ്ങനെ ഇറക്കി തന്നത്? ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ. ലിതുൻദിറ തങ്ങൾ താക്കീത് ചെയ്യാൻ വേണ്ടി ഉമ്മൽ ഖുറാ,
ഉമ്മുൽ ഖുറയിൽ താമസിക്കുന്ന ആളുകൾക്ക്, ഉമ്മുൽ ഖുറ നിവാസികൾക്ക് മക്കയുടെ പേരാണ് ഉമ്മുൽ ഖുറ എന്ന പേര്. കാരണം എല്ലാ നാടുകളിൽ വെച്ചും ഏറ്റവും വലിയ മഹത്വമുള്ള നാടാണ് മക്കത്തുൽ മുക്കറമ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ മാർക്കറ്റിൽ വെച്ചുകൊണ്ട് മക്കയോട് പറഞ്ഞു, വല്ലാഹി ഇന്ന ഖുറ, ഗ്രാമങ്ങളുടെ മാതാവ്. ലോകത്തുള്ള എല്ലാ ഗ്രാമങ്ങളും തുറിച്ചു നോക്കുന്നത് മക്കയിലേക്കാണ്. ഇമാം ഖുശൈരി തങ്ങൾ പറഞ്ഞല്ലോ, വജമീഉൽ ആലം മുഹ്ദിഖും ബിൽ കഅബ, ലോകം മുഴുവനും കഅബയെ വലയം ചെയ്യുകയാണ്. എല്ലാവരും വിശുദ്ധ കഅബയിലേക്കാണ് തിരിയുന്നത്, മക്കയിലേക്കും. ലിഅന്നഹാ സുറത്തുൽ അർളി, ഭൂമിയുടെ പൊക്കിൽ പോലെയാണ് വിശുദ്ധമായ മക്ക. അവിടെയാണ് വർഷാവർഷം അമലുകൾ, ഹജ്ജ് നടക്കുന്നത്. ആദ്യമായി ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല നിർമ്മിച്ചു വെച്ച ഗേഹം അവിടെയാണ്. അതേ, ഒരുപാട് മഹത്വങ്ങൾ, എണ്ണിയാൽ തീരാത്ത മഹത്വങ്ങളുണ്ട്. ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാമു, അവിടുത്തെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ വളരെ ബറക്കത്തുള്ള കല്ല്, കാൽപ്പാടുള്ള കല്ല്, അത് സ്ഥിതി ചെയ്യുന്നതടക്കം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ മക്കത്തുൽ മുക്കറമക്കുണ്ട്. ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ, മക്കയിലുള്ളവർക്കും മക്കയുടെ പരിസരത്തുള്ളവർ എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗത്തും ഉള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമീഉൽ ആലം, ലോകം മുഴുവനുമാണ്, എല്ലാവരുമാണ്. ശർഖൻ വഗർബൻ, എല്ലാ ഭാഗത്തു നിന്നും വിശുദ്ധമായ മക്കയിലേക്ക് ചേർന്നിരിക്കുകയാണ് ലോകം മുഴുവനും. അതുകൊണ്ട് മക്കക്കാർക്ക് മാത്രമല്ല വിശുദ്ധ ഖുർആന്റെ മുന്നറിയിപ്പ്, പിന്നെയോ മുഴുവൻ ആളുകൾക്കും ഖുർആൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കി തന്നു. എല്ലാ വിഷയങ്ങളും ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഖുർആൻ മുന്നറിയിപ്പ് നൽകാത്ത വിഷയം ഏതാണ്? ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഇനിയും സംഭവിക്കാനുണ്ട്. ഖുർആൻ അതിന്റെ മുന്നറിയിപ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അതിൽപ്പെട്ട വലിയൊരു മുന്നറിയിപ്പ് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞതാണ് നഫ്ഖുസ്സൂർ, സൂറിൽ ഊതുന്ന സംഭവം. അതുപോലെ തന്നെ യഅ്ജൂജ് മഅ്ജൂജിന്റെ ആഗമനം, ദാബത്തുൽ അർളിന്റെ വരവ് തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വതുൻദിറ യൗമൽ ജംഇ ലാ റൈബ ഫീഹി, സംഭവിക്കുമെന്നതിൽ ഒരു സംശയവുമില്ലാത്ത യൗമുൽ ജംഅ്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിനം. ലോകത്തുള്ള മനുഷ്യന്മാർ ആരും വിടാതെ ഒരുമിച്ച് കൂടുന്ന ഒരു ദിനമുണ്ട്. അവിടെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. മഹാന്മാര് പലരും ആയത്ത് ചിന്തിച്ചുകൊണ്ട് ആവർത്തിച്ച് ഓതിയിട്ട് കരഞ്ഞ് നേരം വെളുപ്പിച്ച ആയത്താണ് ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം അവര് സ്വർഗത്തിലാണ്, മറ്റൊരു വിഭാഗം കത്തിജ്വലിക്കുന്ന നരകത്തിലുമാണ്. അതെ, എല്ലാവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി. മനുഷ്യന്റെ കർമ്മങ്ങൾ മുഴുവനും അല്ലാഹു ഒരുമിച്ച് കൂട്ടി. ആ മനുഷ്യന്റെ നന്മയും തിന്മയും ഒരുമിച്ച് കൂട്ടി. രണ്ട് വിഭാഗങ്ങൾ ഇന്നുമുണ്ടല്ലോ. ഇമാം ഖുശൈരി പറഞ്ഞു, ഇവിടെയും രണ്ട് വിഭാഗമുണ്ട്. ഒരു വിഭാഗം ഫീ റാഹത്തി ത്വആത്തി വഹലാവത്തിൽ ഇബാദാത്ത്, ആരാധനയുടെ മധുരത്തിലും അതുപോലെ തന്നെ സുഹൃത്തങ്ങളുടെ സന്തോഷത്തിലുമാണ് ഒരു വിഭാഗം. ഒരുപാട് സുഹൃത്തങ്ങൾ ദിനേന ചെയ്യുന്നു, അതിന് വലിയ റാഹത്താണ്. ആരാധനകൾ കുറിഞ്ഞു പോകുന്നത് സങ്കടമാണ്. ആരാധനകൾ ഒരു മധുരമായി കരുതുകയാണ്. നിത്യേന ചെയ്യുന്ന കർമ്മങ്ങൾ വിടാതെ സൂക്ഷിക്കുകയാണ്. മറ്റൊരു വിഭാഗമോ ഫരീഖും ഫീ ദുൽമത്തി ശിർക്കി വഉഖൂബത്തിൽ ജഹദി, നിഷേധത്തിന്റെ ശിക്ഷയിലും ശിർക്കിന്റെ ഇരുട്ടിലുമാണ് ഇപ്പോഴും ഒരു വിഭാഗം. അതേപോലെ രണ്ട് വിഭാഗം അവിടെയുമുണ്ട്. ഫരീഖുൻ ഹും അഹ്ലുൽ ലിഖാ, അല്ലാഹുവിനെ ദർശിക്കാനുള്ള ഒരു വിഭാഗം. ആ കൂട്ടത്തിൽ അല്ലാഹു ഇടം നൽകുമാറാകട്ടെ.
വഫരീഖുൻ ഹും അഹ്ലുശ് ശഖാ. പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു വിഭാഗം, അതേ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗം ഈമാനും നിറഞ്ഞ അമലുകളുമായി ഇവിടെ വരും. നരകത്തിൽ പ്രവേശിക്കുന്ന വിഭാഗം സത്യനിഷേധവും ദുഷ്കർമ്മങ്ങളുമായി അവിടെ വരും. രണ്ട് വിഭാഗത്തിന്റെയും വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു. ഒരു ദിവസം രണ്ട് കിതാബ് തങ്ങളെ കയ്യിലുണ്ട്. ആ രണ്ട് കിതാബ് കയ്യിൽ പിടിച്ചുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, വതദറൂന മാ ഹാദാനിൽ കിതാബ്, ഈ രണ്ട് ഏട്, ഈ രണ്ട് രേഖ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല നബിയെ, തങ്ങൾ പറഞ്ഞു തന്നാലല്ലാതെ ഞങ്ങൾക്കറിയില്ല. വലത്തെ കയ്യിലുള്ള രേഖയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദാ കിതാബും മിർ റബ്ബിൽ ആലമീൻ, ഇത് ലോകരക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് തന്നൊരു രേഖയാണ്. ബി അസ്മാഇ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരുടെ മുഴുവൻ നാമങ്ങളും ഇതിലുണ്ട്. വഅസ്മാഇ ആബാഇഹിം, അവരുടെ പിതാക്കളുടെ പേരുകളും ഉണ്ട്. വഖബാഇലിഹിം, അവരുടെ ഗോത്രങ്ങളുടെ പേരും ഉണ്ട്. ലാ യുസാദു ഫീഹിം വലാ യൻഖുസു മിൻഹും അബദാ, ഇതിൽ ഇനി കൂടാനില്ല കുറയാനും ഇല്ല. കറക്റ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടത്തെ കയ്യിലുള്ള രേഖയെ കുറിച്ച് തങ്ങൾ പറഞ്ഞു, ഹാദാ കിതാബു അഹ്ലിന്നാർ, ഇത് നരകക്കാരുടെ രേഖയാണ്. അവരുടെ പേരും പിതാക്കളുടെ പേരും ഗോത്രങ്ങളുടെ പേരുമുണ്ട്. ഇതിലും ഇനിയും കൂടാനില്ല കുറയാനും ഇല്ല. അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ബേജാറോടെ ഭീതിയോടെ ചോദിച്ചു, ഫലി അയ്യി ശൈഇൻ ഇദൻ നഅമലു ഇൻ കാന ഹാദാ അംറുൻ ഖദ് ഫുരിഗ മിൻ. ഇതൊക്കെ തീർപ്പാക്കിയ വിഷയമാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ അമൽ ചെയ്യുന്നത് നബി? ഇതൊക്കെ സംഗതി രേഖപ്പെടുത്തി വെച്ചല്ലോ. ഇനിയിപ്പോ നിസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏതായാലും അല്ലാഹു കണക്കാക്കി. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അമൽ നിർത്തരുത്, സദ്യദൂ വഖാരിബൂ, ശരിയാ മണ്ണം നിങ്ങൾ നീങ്ങിക്കൊള്ളണം, യാഥാർത്ഥ്യം മുറുകെ പിടിച്ച് നീങ്ങിക്കൊള്ളണം. എന്തിനാ അമൽ എന്നറിയോ? ഫഇന്ന സ്വാഹിബൽ ജന്നതി യുഖ്തമു ലഹു ബിഅമലിൽ ജന്ന, സ്വർഗക്കാരൻ അവസാനിക്കേണ്ടത് സ്വർഗത്തിന്റെ കർമ്മവുമായിട്ടാണ്. സ്വർഗത്തിൽ പോകേണ്ട ആള് സ്വർഗത്തിന്റെ കർമ്മവുമായിട്ടാണ് അവസാനം കുറിക്കേണ്ടത്. നിങ്ങളിവിടെ അമലുകൾ നിർത്തരുത്. അമലുകൾ ഒരു സഹായമാണ്. അല്ലാഹു അല്ലേ നിശ്ചയിച്ചിരിക്കുന്നത് നാമങ്ങൾ. ആ ഏട് തുറന്നിട്ട് ഏതൊക്കെ നാമങ്ങൾ എന്ന് വായിച്ചിട്ടില്ല, വായിക്കാനുള്ള ഉത്തരവും ഇല്ല. രണ്ട് കൈയിലും പിടിച്ച രേഖയിൽ ഉണ്ട്. ഏത് കർമ്മം ചെയ്യുന്ന ആളാണെങ്കിലും സ്വർഗവാസിയാണോ, സ്വർഗത്തിന്റെ അമൽ കൊണ്ട് സമാപനം കുറിക്കപ്പെടും. നരകവാസി നരകത്തിന്റെ കർമ്മം കൊണ്ടും അവസാനം കുറിക്കപ്പെടും. ഏത് അമലവൻ ചെയ്താലും ഈ ഹദീസ് ആലോചിച്ചിട്ടാണ് ഒരുപാട് മഹാന്മാര് പൊട്ടി കരഞ്ഞു പോയത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ അബൂ അബ്ദില്ല എന്ന് വിളിക്കുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. രോഗഗ്രസ്തനായി കിടക്കുമ്പോൾ സ്വഹാബിമാരെ കാണാൻ ചെന്നു. മഹാനവറുകൾ കരയുകയാണ്. നിങ്ങൾ എന്തിനാ അബൂ അബ്ദില്ല തങ്ങളെ കരയുന്നത്? അലം യഖുൽ ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഖുദ് മിൻ ശാരിബിക സുമ്മ അഖിറഹു ഹത്താ തൽഖാനി, നിങ്ങൾ ചെയ്യേണ്ട സുന്നത്തുകളൊക്കെ ചെയ്ത് കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞതാണ് മീശ വെട്ടണം. മീശ വളർത്തരുത്. മീശ വെട്ടിയിട്ട് നിങ്ങൾ എന്നെ കാണും വരെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളൂ. കാണും എന്നത് കൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടത് പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? മഹാൻ പറഞ്ഞു, ശരിയാണ്, പക്ഷേ എന്റെ പേടി എന്താണെന്നറിയോ? ഒരു കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു പിടുത്തവും മറ്റേ കയ്യിൽ ഒരു പിടുത്തവും പിടിച്ചിട്ട് പറഞ്ഞു, ഈ കയ്യിലുള്ളത് സ്വർഗത്തിലേക്കും ഈ കയ്യിലുള്ളത് നരകത്തിലേക്കും എന്ന് പറഞ്ഞില്ലേ? ഏത് പിടുത്തത്തിലാണ് ഞാനുള്ളത് എന്ന് വ്യക്തമായി എവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടില്ല, അമൽ ചെയ്യാനല്ലേ പറഞ്ഞത്. ആ ഒരു വിഷയം എനിക്കൊന്ന് അറിവ് കിട്ടിയെങ്കിൽ ഇവിടെ നിന്ന് ആ വിഷയം അറിയിച്ചു തരാൻ നീ ആരുമില്ലല്ലോ. ഇതാലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഫരീഖുൻ ഫിൽ ജന്നതി വഫരീഖുൻ ഫിസ് സഈർ.
അങ്ങനെ ഒരു പറച്ചിലുണ്ടോ? ഉണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ശേഷം ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എല്ലാവരെയും ആദ്യം ഒരുമിച്ച് കൂട്ടും, ഖബറിൽ നിന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും മൗഖിഫിലേക്ക്. സുമ്മ യുഫറഖൂന ബഅദൽ ഹിസാബ്, വിചാരണയ്ക്ക് ശേഷം പിന്നെ വേർപിരിക്കപ്പെടും. ആ വേർപിരിക്കുന്ന സമയത്ത് ഫരീഖുൻ ഫിൽ ജന്നതി വഫരീഖുൻ ഫിസ്സഈർ, രണ്ടും രണ്ടായിട്ട് തന്നെ അവിടെ നിൽക്കും. സ്വർഗത്തിൽ പോകുന്ന വിഭാഗം അർശിന്റെ വലതുഭാഗത്തായിട്ട് ഓരം ചേർന്ന് നിൽക്കും. നരകത്തിൽ പോകാനുള്ള വിഭാഗം അർശിന്റെ ഇടത്തെ ഭാഗത്ത് ചേർന്ന് നിൽക്കും. ഇടത്തെ ഭാഗത്തുള്ള ആളുകൾ വലത്തെ ഭാഗത്തുള്ള ആളുകളെ നോക്കും. പരിചയക്കാരുണ്ട്, സഹായിക്കാൻ കഴിവുള്ളവരുണ്ട്, അഭ്യർത്ഥനകളുമായി വരും. പക്ഷേ ഇനി എന്ത് ഫലം പറയും? പലരും പിന്നാലെ വന്ന് പറയും, കൂടെ വന്ന് നിസ്കരിച്ചിരുന്നു, ഈമാൻ ബലപ്പെടുത്താത്തത് കൊണ്ട്, ഒരു നല്ല ലെവലിൽ ഈമാൻ ഒന്നും ഉറപ്പിക്കാത്തത് കൊണ്ട് മുനാഫിഖായി പോയ മനുഷ്യൻ മുഅ്മിനീങ്ങളെ വിളിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. യുനാദൂനഹും അലം നകും മഅകും. മുനാഫിഖുകൾ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറയും, നമ്മൾ നിങ്ങളൊപ്പം ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾ എന്തോന്നും നോക്കാതെ പോകുന്നത്? സിറാത്തിലേക്ക് നടന്നു നീങ്ങുന്ന മുഅ്മിനീങ്ങളോട് അപ്പുറത്തുനിന്ന് ദൂരത്തുനിന്ന് മുനാഫിഖുകൾ വിളിക്കുകയാണ്, അലം നകും മഅകും, ഞങ്ങളും നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നില്ലേ, നിങ്ങളെന്തോന്നും മൈൻഡില്ലാതെ പോകുന്നത്? മുഅ്മിനീങ്ങൾ പറയും, ഖാലൂ ബലാ വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറത്കുമുൽ അമാനിയു ഹത്താ ജാ അംറുല്ലാഹ്. ശരിയാണ്, നിങ്ങളെ കൂടെ നിസ്കരിക്കാനുണ്ട്, ഞങ്ങളെ കൂടെ ഹജ്ജിനും വന്നിട്ടുണ്ട്, അറഫയിലും കണ്ടിട്ടുണ്ട്, പല നല്ല സദസ്സുകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ വലാകിന്നകും ഫതൻതും അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളെ കുഴപ്പത്തിലാക്കി കളഞ്ഞു. വതറബ്ബസ്തും, നിങ്ങൾ പലതും ഇങ്ങനെ കാത്തിരുന്നു. നബിതങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും എന്തെങ്കിലും അദാബ് വരുന്നത്, ഫിത്ന വരുന്നത് കാത്തിരുന്നു. വർത്തബത്തും, നിങ്ങൾ സംശയിച്ചു. സംശയം ഇങ്ങനെ ഉണ്ടോ പല നിലക്കും സംശയം. ഒന്നാ നടക്കൂല. അത് ആരെ കൂടെ നിൽക്കണം? മുനാഫിഖീങ്ങളെ കൂടെ നിൽക്കണം, എന്നാലേ ആ താല്പര്യം നടക്കുള്ളൂ. അപ്പൊ നിങ്ങൾ അവരെ കൂടെ അങ്ങ് ചേർന്നു. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ചർച്ചയൊക്കെ നടന്ന് മുഅ്മിനീങ്ങളെ നൂറിന്റെ പ്രഭയുടെ വെളിച്ചത്തിന്റെ പിന്നാലെ പോയി പതുക്കെ അങ്ങോട്ട് കയറാൻ നോക്കുമ്പോഴേ രണ്ടുപേർക്കും ഇടയിൽ മറ വീണു. പിന്നെ മുഅ്മിനീങ്ങളെ മുനാഫിക്കുകൾ കാണുന്നില്ല, മുഅ്മിനീങ്ങൾ അവരെ വഴിക്ക് നടന്നു പോവുകയാണ്. പരിചയക്കാരൊക്കെ കണ്ട് വിളിച്ചതാണ്, അലം നകും മഅകും. അങ്ങനെ ആ വിളിച്ചു ചോദിക്കുന്ന ഹതഭാഗ്യങ്ങൾ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. അവിടെ എത്തിയിട്ട് ഇനി വിളിച്ചിട്ട് എന്ത് കിട്ടാനാ? ഞങ്ങളുണ്ട്, ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകണം എന്നാണ് ആ വിളിയുടെ അർത്ഥം. പക്ഷെ ആര് രക്ഷിക്കും? എന്റെ സഹോദരിമാരോട് സഹോദരനോട് പറയട്ടെ, ഈമാൻ ബലപ്പെടുത്തണം. തോറും ഈമാൻ ദുർബലമാകരുത്. വിശ്വാസ രംഗത്ത് ഒരു ചെറിയ ഒഴുക്കുത്ത് പോലും സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിലും സന്ദേഹമില്ലാത്ത ഈമാൻ വേണം. നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ ശരിക്കങ്ങോട്ട് മനസ്സുറപ്പിച്ച് ശരിക്കങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ്, അതല്ലേ ഈമാൻ എന്ന് പറഞ്ഞത്. തസ്ദീഖുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അംഗീകരിക്കുക വാസ്തവമാണ്. അവിടുന്ന് കൊണ്ടുവന്ന വിഷയങ്ങൾ അതിൽ പിന്നെ സംശയം ഉണ്ടായാലെങ്ങനെ? അത് ഉറച്ചു വിശ്വസിക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോ മുസ്ലിം പേരുള്ള ആൾക്കാർ, നമ്മളിപ്പോ ഈ ആയത്ത് ഫരീഖുൻ ഫിൽ ജന്നത്തി ഫരീഖുൻ ഫിസ് സഈർ എന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും. അവര് പറയാം അതെന്തോ കഥ പറയാണ്, സാങ്കല്പിക കഥ. കുറെ കാലമായി ഇവർ പറയാൻ തുടങ്ങി. എന്നാ പിന്നെ ഈ സ്വർഗത്തിന്റെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കാണിച്ചു തരണ്ടേ? സ്വർഗം ഉണ്ട് ഉണ്ട് എന്ന് കുറെ കാലം ഇവർ പറയുന്നു. കാണിച്ചു വരണോ? വിശ്വസിക്കണമെങ്കിൽ അല്ലാഹും റസൂൽ പറഞ്ഞാൽ മതി, അപ്പുറം കാണേണ്ടതില്ല.
കണ്ട് വിശ്വസിക്കുന്നവരല്ലല്ലോ ഏറ്റവും വലിയ വിശ്വസിക്കുന്നവർ, കാണാതെ വിശ്വസിക്കുന്നവരാണ്. അതല്ലേ അള്ളാഹു പറഞ്ഞത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. മുത്തഖീങ്ങൾ അടയാളം, ഒന്നാമത്തെ അടയാളം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, കാണാതെ വിശ്വസിക്കുന്നവർ. ഗൈബ് വിശ്വസിക്കുന്നവർ ഇതൊന്നും കണ്ടിട്ടില്ല. യൗമുൽ ആഖിറ ആരാ കണ്ടത്? അന്ത്യദിനാരാ കണ്ടത്? നരകസ്വർഗം നമ്മൾ ആരെങ്കിലും കണ്ടോ? ഇല്ല. പക്ഷേ നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിച്ചാ പുറത്തായി പോയി. യുക്തി കൊണ്ട് ചോദ്യം ചെയ്താലോ ഔട്ടായി പോയി. യുക്തിവാദികൾ പെരുത്തു വരുന്നു, നമ്മൾ ശ്രദ്ധിക്കണം. നല്ല പ്രഭാഷണമാണെന്ന് കരുതിയിട്ട് കേട്ടുകൊടുക്കും. പിന്നെ അവസാനം അതിന്റെ ഏതെങ്കിലും ഒരു വിത്ത് നമ്മളെ കൽബിൽ കുടുങ്ങും. പിന്നെ നമ്മൾ അയാളെ പിന്നാലെ ഇങ്ങനെ പോകാൻ ശൈത്താന് പ്രേരിപ്പിക്കും. അങ്ങനെ നമ്മൾ അതിന് അഡിക്റ്റായി മാറിയാൽ പിന്നെ ഏത് ഭാഗം ഫലിക്കാത്ത വിധം നമ്മുടെ കൽബ് മരവിച്ചു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പേടിക്കേണ്ടത് യുക്തിവാദത്തെയാണ്. ഈ കഴിഞ്ഞ 5-8 മാസങ്ങളിൽ യുക്തിവാദികൾ നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസ കർമ്മ ആചാരങ്ങളെ കുറിച്ച് ഒരിക്കലും ഒരു അമുസ്ലിം സഹോദരൻ ചോദിക്കാത്ത ചോദ്യങ്ങൾ വരെ ചോദിച്ച് വിശുദ്ധ ഇസ്ലാമിനെ വേട്ടയാടിയിട്ടുണ്ട്. ഖുർആനിനെയും അവർ വേട്ടയാടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടിട്ടില്ല, സ്വഹാബത്തിനെ വിട്ടിട്ടില്ല, ഹദീസുകളെ വിട്ടിട്ടില്ല, കർമ്മശാസ്ത്രത്തെ വിട്ടിട്ടില്ല. എല്ലാറ്റിനെയും ഇളക്കിമറിച്ചവർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എന്റെ സുഹൃത്തുക്കളോട്, അറിവില്ലാത്തതിന്റെ പേരിൽ അത് കേട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നമ്മുടെ മനസ്സിലങ്ങ് അങ്കുരിച്ചിട്ട് അതിന്റെ പിന്നാലെ വീണ്ടും വീണ്ടും നമുക്ക് സംശയങ്ങൾ കൂടി വന്നാൽ നമ്മൾ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകും. അത് ശരിക്കും ശ്രദ്ധിക്കണം. ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ്സഈർ. 2 വിഭാഗങ്ങൾ, ഒരു വിഭാഗം സ്വർഗത്തിലും മറ്റൊരു വിഭാഗം നരകത്തിലും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഒന്ന് സമാധാനിപ്പിച്ചതാണ്. എന്തേ നബിയെ? എല്ലാവരും തങ്ങൾ സ്വീകരിക്കും പോലെ തങ്ങൾ പറയുന്ന വിഷയത്തിൽ എല്ലാവരും ഈമാനിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അല്ലാഹു തആലക്ക് അങ്ങനെ ഉദ്ദേശമില്ല. വലൗ ശാ അല്ലാഹു ലജഅലഹും ഉമ്മതൻ വാഹിദ വലാകിൻ യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും ഏക സമൂഹമാക്കുമായിരുന്നു. പക്ഷേ അല്ലാഹു അവന്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ചാൻസ് കൊടുക്കും. വലാകിൻ യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഒന്ന് സമാധാനിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ മശിയത്തിന്റെ മേലാണ് കാര്യം നടക്കുന്നത്. ഈമാനും ഓരോ മനുഷ്യന്റെ ഈമാനും കുഫറും രണ്ടും അല്ലാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ചാണ്. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് നബിയെ തങ്ങളെ ബേജാറാകേണ്ടതില്ല. ഏൽപ്പിച്ച ഡ്യൂട്ടി തങ്ങളോട് പ്രബോധനം ചെയ്യലാണ്, തങ്ങൾ നിർവഹിക്കുന്നുണ്ട്. വല്ലാലിമൂന മാലഹും മിൻ വലിയ്യിൻ വലാ നസീർ. അക്രമകാരികൾക്ക് ഒരു സഹായിയും ഒരു സംരക്ഷകനുമില്ല. അവരെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആരുമില്ല. അവിടെ വിശദീകരിച്ചിടത്ത് ചില ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു, നാളെ ആഖിറത്തിലെത്തുമ്പോ 2 വിഭാഗങ്ങൾ. ഒരു വിഭാഗം സിൻഫുൻ മുഖറബുൻ മുസാൻ, അള്ളാഹുവിന്റെ സാമീപ്യം കാത്തുകഴിയുന്ന സുരക്ഷിതരായ വിഭാഗമുണ്ട്. മറ്റൊരു വിഭാഗം അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ട വളരെ അപമാനിതരായി നിൽക്കുന്ന വിഭാഗമാണ്. അതേ ആദ്യം പറഞ്ഞ വിഭാഗത്തിന് താമസിക്കാനും വിശ്രമിക്കാനും നല്ല കട്ടിലുകളും അതുപോലെ തന്നെ നല്ല ഫർണിച്ചറുകളും അതുപോലെ തന്നെ ഉപകരണങ്ങളും റെഡിയാക്കി പോയി. താല്പര്യങ്ങളോ അവർക്ക് ധാരാളമുണ്ട്. താല്പര്യങ്ങളൊക്കെ അവരുടെ താല്പര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി നടക്കാൻ പോകുന്നു. വേറൊരു വിഭാഗമോ അവർക്കുള്ള ചെങ്ങലകളും അവരെ നേടാനുള്ള മേട്ടികളും ഒരുപാട് ഭീകരതരങ്ങളും അല്ലാഹു തആല റെഡിയാക്കിയിട്ടുണ്ട്. അത് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. ദുനിയാവിലും 2 രൂപത്തിലല്ലേ ഇന്നും ആളുകളുള്ളത്. വിശ്വാസമുണ്ട്, പക്ഷേ വിശ്വാസത്തിന്റെ പേരിൽ അവിശ്വാസികൾ അനുഭവിക്കുന്ന സുഖങ്ങളിലേക്കൊന്നും വിട്ടുകൊടുക്കാതെ മുഅ്മിനാരിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന രൂപം. നസലൂ ബിമക്കത ഫീ ഖബാഇലി നൗഫലി
വനസൽത ബിൽ ബൈദാഇ അബ്അദ മൻസിലി. നബിയെ, മുശ്രിക്കുകൾ മക്കയിൽ വന്ന് നല്ല സന്തോഷത്തിൽ നൗഫലിന്റെ ഗോത്രത്തിൽ അവരതാ താമസിക്കുന്നു, അവര് വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയുടെ മക്കളിൽ തങ്ങളെ വിശ്വസിക്കാത്ത ഒരു ഗോത്രമാണ് നൗഫലിന്റെ ഗോത്രം. അബ്ദുമനാഫിന് 4 മക്കൾ: ഹാഷിം, മുത്വലിബ്, അബ്ദു ഷംസ്, നൗഫൽ. ഇതിൽ 2 മക്കളുടെ കുടുംബമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂടിയിട്ടുണ്ട്. അതേതാ? ഹാഷിമിന്റെയും മുത്തലിബിന്റെയും മക്കൾ. ബനു ഹാഷിം, ബനു മുത്തലിബ്, അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചത്. മറ്റു 2 മക്കളുടെയും വിഭാഗം നബി തങ്ങൾ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികളായ ആളുകൾക്ക് എല്ലാവിധ സൗകര്യവും സംവിധാനങ്ങളൊക്കെ ചെയ്ത് അവരെങ്ങനെ ജീവിക്കാം. തങ്ങളോ വനസൽത ബിൽ ബൈദാഇ അബ്അദ മൻസിലി, വിശാലമായ മരുഭൂമിയിൽ തങ്ങളങ്ങനെ താമസിക്കുന്നു. അവരെത്ര സുഖത്തിലാണ്. വതഖല്ലബു ഫരിഹീന തഹത ളിലാലിഹാ, നല്ല വൃക്ഷങ്ങളുടെ തണലുകളുണ്ട്, അവർക്ക് സുഖങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട് ദുനിയാവിലല്ലേ. തങ്ങൾക്കോ വതുരിഹിത ബിസ്സഹറാഇ ഗൈറ മുദല്ലലി, തങ്ങളും അനുയായികളും ചിലപ്പോൾ താമസിക്കുന്ന മരുഭൂമിയിലാണ്. അവർ താമസിക്കുന്ന സുഖങ്ങളൊന്നും നൽകപ്പെട്ടിട്ടില്ല. അവർ നല്ല സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. തങ്ങൾ കഴിക്കുന്ന ഭക്ഷണമോ പച്ചിലയാണ്. പച്ചില ഭക്ഷിച്ച് തങ്ങൾ കൂടിയിട്ടുണ്ട്. അത് ദുനിയാവിലുള്ള 2 അവസ്ഥയാണ്. ആഖിറത്തിലെത്തുമ്പോഴും 2 തരമാണ്. ഇവിടെ ഇബാദത്തിന് വേണ്ടി, കഠിനാധ്വാനത്തിന് വേണ്ടി, ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മറ്റു താല്പര്യങ്ങളിലേക്കൊന്നും പോകാതെ ക്ഷമിച്ച് സഹിച്ച് ത്യാഗം ചെയ്ത് ജീവിച്ചവർ അവിടെ എത്തുമ്പോൾ സുഖാഡംബരങ്ങൾ കാണുകയാണ്, സ്വർഗലോകത്തുള്ള അനുഗ്രഹങ്ങൾ കണ്ട് സന്തോഷിക്കുകയാണ്. വിശ്വാസികൾ നേരത്തെ ആ അനുഗ്രഹങ്ങൾ കാണും. സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ അവർ സന്തോഷത്തോടെ അള്ളാഹുവിനെ സ്തുതിക്കും. നേരത്തെ ആ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അവർ സന്തോഷിക്കും. അതേ സമയത്ത് ഇവിടെ സുഖിയന്മാരായി, സുഖലോലുപന്മാരായി കഴിഞ്ഞ വിശ്വാസരംഗത്ത് കേടുബാധിച്ച മുഴുവൻ ആളുകളും, അതിലൊന്നും 2 തരമല്ലല്ലോ, ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരൊക്കെ അവിടെ എത്തുമ്പോ ക്ഷീണിക്കും. അവർ കാണുന്നത് ചെങ്ങലകളാണ്, അതുപോലെ തന്നെ നരകത്തിന്റെ ദണ്ഡുകളാണ്. വിവിധ തരത്തില സ്വർഗീയസ്ഥരിൽ നമ്മളെ ചേർത്തി തരട്ടെ. പിന്നെ അള്ളാഹു പറഞ്ഞു, അമിത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ ഫല്ലാഹു ഹുവൽ വലിയ്യു വഹുവ യുഹ്യീൽ മൗതാ. നബിയെ, അവര് അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പുറമെ ഒരുപാട് മിത്രങ്ങളെ അവരുണ്ടാക്കി വെക്കുന്നുണ്ട്. ഫല്ലാഹു ഹുവൽ വലിയ്യു, യഥാർത്ഥ സംരക്ഷകൻ അള്ളാഹുവാണ്. അതുകൊണ്ട് വലിയുക്കയാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ മുഹമ്മദ് നബിയെ, തങ്ങളുടെ സംരക്ഷകനും വലിയു മനിത്തബഅക, തങ്ങളോട് പിന്തുടരുന്ന ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും സംരക്ഷകനും അള്ളാഹുവാണ്. അവരല്ലാതെ മറ്റു സംരക്ഷകനില്ല. ആര് സംരക്ഷണം തരില്ലെന്ന് പറഞ്ഞാലും അള്ളാഹു സംരക്ഷണം കൊടുക്കുന്നുണ്ടോ തടയാൻ കഴിയില്ല. വഹുവ യുഹ്യീൽ മൗതാ, അവൻ ചെറിയ കഴിവുള്ളവനല്ല, മരിച്ചവരെ ഹയാത്താക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ പറ്റി പഠിപ്പിച്ചതും അങ്ങനെയാണ്. റബ്ബി അല്ലദീ യുഹ്യീ വ യുമീത്, റബ്ബിന്റെ വലിയ കഴിവ്, അവൻ ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു. അല്ലാഹു തആലാന്റെ ആ ദിക്റില്ലേ, അല്ലാഹുവിന്റെ ഹയാത്ത്, അതിന് തുടക്കം കൊടുക്കൂല്ലല്ലോ. അല്ലാഹു തആല എന്നാ ജീവിക്കാൻ തുടങ്ങിയ തുടക്കമല്ല, ഏതുവരെ കൊടുക്കൂല്ല. ഹയ്യ്, യഥാർത്ഥ ഹയ്യവനാണ്. ആ ഹയ്യ് എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ദിക്റ്, യാ ഹയ്യു യാ ഖയ്യൂം പോലത്തെ ദിക്റ്, അത് വളരെ ഫലവത്തായ ദിക്റാണ്. യാ ഹയ്യു എന്ന് പറയുമ്പോൾ നമ്മളൊരു വിഷയം അവിടെ സമ്മതിക്കുന്നുണ്ട്. അല്ലാഹുവേ, നീയാണ് ജീവിച്ചിരിക്കുന്നവൻ, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോകാനുള്ള ആളാണ്. യാ ഹയ്യു യാ ഖയ്യൂം. യൂനുസ് നബി അലൈഹിസ്സലാം
ഒരുപാട് കാലം പ്രബോധനം ചെയ്തിട്ട് വിശ്വസിക്കാതെ ജനത മഹാനവറുകളെ കൂടെ തന്നെ ഇരിക്കും. വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി പറയണം. എല്ലാ കാര്യത്തിനും അവര് യൂനുസ് നബി അലൈഹി സ്വലാമിനോട് സപ്പോർട്ടാണ്. അത് ചെയ്യുന്നതൊക്കെ ചെയ്യും. പക്ഷെ വിശ്വസിക്കാൻ പറഞ്ഞാൽ അതിനിപ്പോ ടൈമായത്. യൂനുസ് നബി അലൈഹി സ്വലാം പറഞ്ഞു കേൾക്കാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയപ്പോ അവരുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു, ഇതുവരെ നമ്മളൊക്കെ പറഞ്ഞിരുന്നത് നബി നമ്മളെ കൂടെ ഉള്ളത് കൊണ്ടാകും. നബി നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അല്ലാഹു തആല ശിക്ഷ ഇറക്കൂല, ഒരു ധൈര്യം ഉണ്ടല്ലോ. ഇപ്പോ ശിക്ഷ വന്നാൽ തടുക്കാൻ നമുക്കൊരു വകുപ്പില്ല. അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്ന യൂനുസ് നബി അലൈഹി സ്വലാം പോയി, നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണ് അവർ ചിന്തിച്ചത്. അങ്ങനെ മേലോട്ട് നോക്കുമ്പോ ഒരു മേഘം ഇങ്ങനെ താഴോട്ട് വരുന്ന രൂപങ്ങൾ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. മേഘം ഇങ്ങനെ താഴോട്ട് വരുമ്പോ അവർ പറഞ്ഞു, ഇത് ഉറപ്പാ, ഇത് നമുക്കുള്ള ശിക്ഷയായിരിക്കും. അതുകൊണ്ട് ലാസ്റ്റ് ചാൻസ് ആണ് ഇപ്പൊ അല്ലാഹു തആല ഈ തരുന്നത്. അത് ഇങ്ങോട്ട് എത്തുന്നതിന്റെ മുമ്പ് നമ്മൾ വിശ്വസിക്കാൻ നോക്കുക. അപ്പൊ അവരെ കൂട്ടത്തിൽ ഒരു വിവരമുള്ള ആലിമിനെ കണ്ടവർ ചോദിച്ചു, യൂനുസ് നബി അലൈഹി സ്വലാം ഞങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം. ചൊല്ലിക്കോളൂ, യാ ഹയ്യു ഹീന ലാ ഹയ്യ്. ഒരു ജീവിക്കുന്നവനും ഇല്ലാത്ത സന്ദർഭത്തിലും ജീവൻ ജീവിതമുള്ള അല്ലാഹുവേ, ഹയാത്തുള്ള അല്ലാഹുവേ, യാ ഹയ്യു ഹീന ലാ ഹയ്യ്, യാ ഹയ്യു മുഹ്യിൽ മൗതാ. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഹയ്യായ അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധ്യനില്ല. ജീവിപ്പിക്കുന്ന അല്ലാഹുവേ എന്ന് വിളിച്ച് അല്ലാഹുവിനോട് അവര് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞല്ലോ, ലമ്മാ ആമനു കശഫ്നാ അൻഹും അദാബൽ ഖിസി വമത്തഅനാഹും ഇലാ ഹീൻ. വന്ന മേഘത്തെ അല്ലാഹു മേലോട്ടങ്ങ് ഉയർത്തി. അല്ല, കറുത്തൊരു മേഘം ഇങ്ങനെ വരികയായിരുന്നു. മേഘം കറുത്തു വന്നാൽ എന്താണ് അതിൽ നിന്നുള്ളത് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പേടിച്ചിരിക്കണമെന്നും കാവൽ ചോദിക്കണമെന്നും പറഞ്ഞത്. മഴ തന്നെ വരും എന്നുറപ്പില്ല. കാരണം മുമ്പ് കാലത്ത് അങ്ങനെ കറുത്ത മേഘങ്ങളിൽ നിന്ന് മഴ മാത്രമല്ല വന്നത്, ശിക്ഷ വന്നിട്ടുണ്ട്, വേദനിപ്പിക്കുന്ന തീ തുപ്പുന്ന കാറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കൽമഴ വർഷിച്ചിട്ടുണ്ട്, പലതും വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആകുമോ എന്നൊരു ഭീതി വേണം. ഇവരത് കണ്ടപ്പോൾ ഇവർ ഉറപ്പിച്ചു, ഇത് ശിക്ഷയാണ്. വിശ്വസിച്ചപ്പോൾ കശഫ്നാ അൻഹും അദാബൽ ഖിസി, മാനക്കേടിലാകുന്ന ശിക്ഷ നമ്മളങ്ങ് ഉയർത്തിക്കളഞ്ഞു. വമത്തഅനാഹും ഇലാ ഹീൻ, ജീവിതാവസാനം വരെ നല്ല സുഖം കൊടുത്തു. കാരണം ഈമാൻ അവർ സ്വീകരിച്ചത് കൊണ്ട് അല്ലാഹു കൊടുത്ത സുഖമാണ്. അതെ, വഹുവ യുഹ്യിൽ മൗതാ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ദുനിയാവിലെ വിഷയത്തിൽ തർക്കം വന്നാലും മുഅ്മിനീങ്ങൾ സ്വീകരിക്കേണ്ട മാർഗം ഫഹുക്മുഹു ഇലല്ലാഹ്, അറിയാത്തത് അല്ലാഹുവിലേക്ക് വിടണം. അങ്ങനെ തഫ്സീറുണ്ട്. അറിയാൻ നമ്മളോട് നിർബന്ധിപ്പിക്കാത്ത ചില വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചോളം എന്ന് നിർബന്ധമില്ലാത്ത വിഷയമല്ലേ. ഉദാഹരണം പറയാ, റൂഹിനെ പറ്റി ചോദിച്ചാൽ എന്താ പറയേണ്ടത്? റൂഹ് അത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിശ്ചയത്തിൽപ്പെട്ട. എന്താ വിശദീകരിച്ചു കൊടുക്കുക? എവിടെയെന്നാ പറഞ്ഞു കൊടുക്കുക? എങ്ങനെയാ രൂപപ്പെടുത്തി കൊടുക്കുക? അതെങ്ങനെ എന്ന് അറിയണമെന്ന് നിർബന്ധ കൽപ്പനയില്ലാത്തതാണ്. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് വിടണം. അള്ളാഹു ആലം എന്ന് പറയണം. അല്ല, ഏത് വിഷയത്തിൽ തർക്കമുണ്ടായാലും ഖുർആനും സുന്നത്തും അനുസരിച്ച് എന്താണോ മഹാന്മാർ വിധി ചെയ്ത വിധി സ്വീകരിക്കണം. ഫഹുക്മുഹു ഇലല്ലാഹ് എന്നതിന് ഇമാം ഇബ്നു കസീർ പറഞ്ഞ തഫ്സീർ അങ്ങനെയാണ്, അല്ലാഹു ആണ് തീരുമാനിക്കുന്നവൻ ബികിതാബിഹി വസുന്നത്തി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ ഹുക്ം സ്വീകരിക്കണം. നമ്മുടെ നയം നാം വെടിയണം. ഏത് വിഷയത്തിൽ തർക്കം വന്നാലും വമഖ്തലഫ്തും ഫീഹി മിൻ ശൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്. ഏതൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാലും അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച വിഷയമുണ്ടല്ലോ, അത് ഉൾക്കൊള്ളണം. അവിടെയാണ് ശരിയായ വശം.
തെറ്റിപ്പോകരുത്. നമ്മുടെ തീരുമാനം ഖുർആനിനും സുന്നത്തിനും എതിരാകരുത്. അങ്ങനെ ആയാൽ കാര്യം പോയി. നമ്മളെ തീരുമാനം ഖുർആനിനും സുന്നത്തിനും അടിസ്ഥാനപ്പെടുത്തിയാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ സ്വീകരിക്കണമെന്ന് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പഠിപ്പിച്ചതൊക്കെ സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നിങ്ങൾക്ക് നൽകിയോ സ്വീകരിക്കാൻ പറഞ്ഞു, ഒക്കെ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു. അവിടുന്ന് വിലക്കിയതൊക്കെ കൈവയ്ക്കണം. അങ്ങനെ വിലക്കിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. കൂട്ടത്തിൽ തങ്ങൾ വിലക്കിയതിൽ പെട്ടതാണ് കച്ചവടത്തിലെ വഞ്ചന. അകിട് കെട്ടി വീർപ്പിച്ച് ഒരു 10 കിലോനൊക്കെ തോന്നിക്കും കണ്ടാല് പാലുണ്ട്. അങ്ങനെ വിൽപ്പന നടത്തുന്ന കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റൂല, പറ്റിക്കലാണ്. ആ വിൽപ്പന പറ്റൂല. ആഴ്ചയിൽ കണ്ടാല് 10 ലിറ്റർ ഉറപ്പാ. അയാൾ കൊണ്ടുപോയി എല്ലാവിധ ഭക്ഷണങ്ങളും കൊടുത്തു. പിറ്റേ ദിവസം അയാൾ കറന്നു നോക്കുന്ന സമയത്ത് 10 ഇല്ല, 5 ഇല്ല, 3 4 ഉണ്ട്. അത് ശരിയാവണ്ണോട് കുറിപ്പിച്ചു. അതുപോലെ ഇറച്ചി വിൽക്കുന്ന ആളുകൾ കനം കൂടാൻ വല്ലതും ചേർക്കാൻ പറ്റുമോ? ഇല്ല. ഇറച്ചിയായിട്ട് തന്നെ വിൽക്കണം. ഇറച്ചിയിൽ കനം കൂടാൻ വേറെ എന്തെങ്കിലും വസ്തുക്കൾ ചേർക്കുക, എന്നിട്ടത് കഴുകി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് ഒന്ന് വെയിൽ തട്ടിയിട്ടോ കുറച്ചു നേരം ഫ്രീ ആയിട്ടോ ഇട്ടിട്ട് നോക്കുന്ന നേരത്ത് 1 കിലോ എന്നുള്ളത് നേരെ 3/4 കിലോനായി മാറിയിട്ടുണ്ട്. അപ്പൊ 1/4 കിലോന്റെ ലാഭം കൂടി വരികയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, എന്നോട് ആരും വിഷമം കരുതണ്ട. ഇങ്ങനെ ഒന്നല്ല പലതും ഉണ്ട്. സഹോദരങ്ങളെ, ഇത് വിലക്കപ്പെട്ട വിഷയമാണ്. സഹോദരിമാരെ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പലതും അനുവദിക്കപ്പെട്ടവരാണ് നിങ്ങൾ. പുരുഷന്മാർക്കില്ലാത്ത ഒരുപാട് വിഷയങ്ങൾ സഹോദരിമാർക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവരുടെ മുടി അങ്ങനെ വളർത്തുന്നത് ഇസ്ലാം അനുവദിച്ചത്. പുരുഷന്മാര് സ്ത്രീകളെ പോലെ അങ്ങനെ മുടി വളർത്താൻ പാടില്ല. പിറകോട്ട് സ്ത്രീയെ പോലെ വേഷം കെട്ടിയിട്ട് മുടി അങ്ങനെ വളർത്താൻ പാടില്ല. കടുത്ത തെറ്റാണ്, ഹറാമാണ്. പിറകോട്ട് ബാക്കിൽ നോക്കുന്ന ആൾക്ക് ഇതാണോ പെണ്ണോ സംശയം. മുടി ഇങ്ങനെ ബാക്കോട്ട് വളർത്തിയിട്ട് അതെന്താന്ന് വെച്ചാൽ പറയും, അത് പുതിയ മോഡലാണ്, ഇന്നലെ വന്ന ഇസ്ലാമാണ്. അങ്ങനെ വളർത്തും. ആ ചെവിക്കുറ്റി അനുസരിച്ച് ഇങ്ങനെ മുടി വെട്ടി റെഡിയാക്കിയിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളർന്നാൽ ആ രൂപത്തില്. എന്നിട്ട് ബാക്കിലുള്ള മുടിയോ അങ്ങനെ തന്നെ പെരടിക്കപ്പുറം പോയിട്ട്. ഇത് പെരടിക്കപ്പുറം പോയ മുടിയാണ് പിടിച്ചിങ്ങനെ കെട്ടിയിരിക്കുന്നത്. പിന്നെ നടക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന വർദ്ധക വസ്തുക്കളിൽ പറ്റാത്തതിൽപ്പെട്ടതാണ് ചിലപ്പോൾ പുരുഷന്മാരും ഉപയോഗിച്ചെന്ന് വരും. മുടിക്ക്, താടിക്ക് നല്ല സൗന്ദര്യം എപ്പോഴും നിലനിന്ന് കിട്ടാൻ വേണ്ടി കറുപ്പടിക്കുക. ഞാൻ പറയട്ടെ, വിലക്കപ്പെട്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിരോധിച്ച വിഷയമാണ്. ഉസ്താദേ, ഭാര്യ സമ്മതിക്കുന്നില്ല വെളുക്കാൻ, അള്ളാഹു പെർമിറ്റ് നൽകിയോ, വെളുക്കാൻ പെർമിറ്റ് നൽകിയോ സ്വീകരിച്ചേക്കണം. പിന്നെ മാറ്റം വരുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഉടനെ തന്നെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വജ്തനിബുസ് സവാദ്, വെളുത്തതിൽ നിന്നൊരു മാറ്റമാണ് കറുപ്പ്. പക്ഷേ കറുപ്പ് സ്വീകരിച്ച് മാറ്റരുത്. മൈലാഞ്ചി തേച്ചിരുന്ന മഹാനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ചുരുങ്ങിയ വയസ്സ് 84 വയസ്സേ ശാഫിഈ ഇമാം തങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. മുത്തബിയു സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മൈലാഞ്ചി തേച്ചിരുന്നു. മൈലാഞ്ചി തേച്ചിട്ട് കറുപ്പായി പോയോ എന്ന് വരെ സ്വഹാബത്ത് ഇങ്ങനെ നോക്കിയിരുന്നു. കാരണം മൈലാഞ്ചിയുടെ കളർ അത്രയും കട്ടിയിൽ വന്നിരുന്നു.
അത് സുന്നത്താണ്, സ്വീകരിക്കുന്നത് സുന്നത്താണ്. തങ്ങളത് തേക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. പകരം തേക്കുന്നതിൽ വുളൂഇന്റെ വെള്ളം ചേരാത്ത വിഷയമുണ്ടായാൽ അത് വളരെ അപകടമാണ്. പുളിയുടെ വെള്ളം ചേരാത്ത വിഷയമുണ്ടായാൽ അപകടകരമാണ്. കറുപ്പ് നീണ്ടു കിട്ടാൻ നിങ്ങൾ ഇത് ഉപയോഗിച്ചോളൂ. ഇത് പെട്ടെന്ന് ഒരു 2-3 മാസത്തെ ക്യാപ്പിലിങ്ങനെ നിൽക്കും. വെള്ളം ചേരുവോ എന്നൊക്കെയുള്ളത് സംശയമാണ്. ഞാൻ നിങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. നിങ്ങൾക്കിപ്പോ വെള്ളം ചേരല്ല ആവശ്യം, കറുപ്പ് നിൽക്കണല്ലോ. ആ 3 മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ കാലാവധിയിലെ ജനാപത്തൊക്കെ എന്നാ ഉയർന്നു കിട്ടുക? വുളുവൊക്കെ എന്നാ ശരിയായി കിട്ടുക? അതേ, മുടി പോയാൽ ആ മുടി വരാനുള്ള മരുന്ന് തേക്കാം, മരുന്ന് കഴിക്കാം, ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പകരം കുറച്ച് മുടി ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. പറ്റൂല എന്ന് ഞാൻ പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നമ്മളല്ലല്ലോ നിയമം പറയേണ്ടത്, തങ്ങളല്ലേ പഠിപ്പിക്കുന്നത്. ഇനി ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ അവിടെ തർക്കം കൂടുന്നത് കണ്ടാൽ ഫഹ്കുമുഹു ഇലല്ലാഹ്, നിങ്ങൾ വിധി എഴുതേണ്ടത്, തീരുമാനിക്കേണ്ടത് അല്ലാഹും റസൂലും എന്താ പറഞ്ഞത് എന്ന് നോക്കിയിട്ടാണ്. അവിടെയാണ് തീരുമാനമെടുക്കേണ്ടത്. പാടില്ലാത്ത വിഷയങ്ങൾ അങ്ങനെ സ്വീകരിക്കണം, മാറ്റിക്കളയണം. സഹോദരിമാര്, അവരുടെ മുടികളെല്ലാം പുരുഷന്മാരെ മുടികളെ പോലെ ആക്കുന്ന ശൈലി അത് ശരിയല്ല. സ്ത്രീകളുടെ മുടി പുരുഷന്മാരുടെ മുടി പോലെ. അത് ചിലപ്പോഴൊക്കെ ചില രോഗാവസ്ഥയിൽ അങ്ങനെ വരും. ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി അത് ഇതിൽ പെടൂല. ചിലപ്പോൾ മുടി മൊത്തം കളയേണ്ടി വരും, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാനോ ഓപ്പറേഷൻ ചെയ്യാനോ മരുന്ന് തേക്കാനോ ഒക്കെ വേണ്ടിയിട്ട്. അത് നിർബന്ധ സാഹചര്യം. ഇതല്ല. ഇത് ഇങ്ങനെ നേർക്ക് നേരെ നോക്കിയാൽ പെണ്ണാണ്, അല്ലാതെ നോക്കിയാൽ ആണാണ്. അതേ രൂപത്തിൽ എത്രയാണോ നമ്മളെ മുടി ആ മുടി അതേ രൂപത്തിൽ കട്ട് ചെയ്ത് ഇങ്ങനെ വർണ്ണിച്ചു. ചെറിയ കുട്ടികളുടെ അവരത് അങ്ങനെ വരുന്നുള്ളൂ. ചെറുതൊന്നല്ല. 10, 21, 22, 23, 24 അങ്ങോട്ട് മേലോട്ടെത്തിയത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചതിൽ ഒറ്റ വാക്കിലല്ലേ തങ്ങളത് പറഞ്ഞത്. വസ്ത്രം വരെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണിനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. സ്ത്രീയെയും അങ്ങനെ തന്നെ ആണിന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണിനെ അല്ലാഹു തആല ലഅനത്ത് ചെയ്തിരിക്കുന്നു. പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ തന്നെ വേഷവിധാനം തന്നിട്ടുണ്ട്, രൂപഭാവങ്ങൾ തന്നിട്ടുണ്ട്. എന്തിനാണത്? സൗകര്യത്തിനും സംവിധാനത്തിനും സൗന്ദര്യത്തിനും അല്ലാഹു അങ്ങനെ നൽകിയതാണ്. അത് ആ രൂപത്തിലാണ് സ്വീകരിക്കേണ്ടത്. അതെ, സ്ത്രീകൾ ഉപയോഗിക്കുന്നത് പോലെ മൈലാഞ്ചി കയ്യിനും മറ്റും തേച്ച് മിനുക്കിയിടാൻ പുരുഷന്മാർക്ക് പറ്റുമോ? ഇല്ല. ഹറാമാണ്, കബീറത്താണ്, വൻകുറ്റമാണ്. സ്ത്രീകൾക്ക് തന്നെ ചില സന്ദർഭങ്ങളിൽ പാടില്ലല്ലോ. ഇരിക്കുന്ന പെണ്ണ് മൈലാഞ്ചി തേക്കാൻ പാടില്ല, നിഷിദ്ധമാണ്. അതേ, വിവാഹപ്രായം എത്താത്ത, വിവാഹം കഴിയാത്ത, നിക്കാഹ് കഴിയാത്ത പെണ്ണിന് മൈലാഞ്ചി ഇടുന്നത് കറാഹത്താണ്. ഇത് തന്നെയാണ് ദീനിന്റെ മസ്അല. അപ്പോൾ അതിന് എതിരായി നമ്മൾ പ്രവർത്തിക്കരുത്. വമഖ്തലഫ്തും ഫീഹി മിൻ ശൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്. വള ധരിക്കേണ്ടത് സ്ത്രീകളാണ്. പുരുഷന്മാർക്കും വള. എന്തെല്ലാം വിഷയങ്ങളാണ് പുരുഷന്മാർക്കും വള. ഇതെന്താന്ന് വെച്ചാൽ അതൊരു വളയാണ്. നിങ്ങൾ പെണ്ണാണ്, ഞാൻ ആണാണ്, നിങ്ങൾ എന്നെ കണ്ടിട്ട് ആണെന്ന് തോന്നില്ലേ? എന്തിനാ വള? നമുക്ക് വള ധരിക്കേണ്ട ഒരു ഘട്ടം വരാനുണ്ട്. ഇവിടെ അവർക്കത് അനുവദിച്ചിട്ടുണ്ട്. പാദസരം അത് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ട സൗന്ദര്യമാണ്. ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവരുടെ പാദസരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വല്യദ്രിബിന, അല്ലാഹു തആല പറഞ്ഞില്ലേ, അവര് പാദസരം ഇട്ട് നടക്കുന്ന സമയത്ത് ശബ്ദം പുറത്തു വരാത്ത രൂപത്തിലാകണം അവരെ നടത്തം. അതിന്റെ ചെലപ്പും അതിന്റെ ശബ്ദവും കേട്ട് മറ്റുള്ളവർ ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അത് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അനുവദിച്ചതാണ്. അതുപോലെ ഒരുപാട് വർദ്ധന വസ്തുക്കളുണ്ട്. പറ്റുന്നത് സ്വീകരിക്കുക, അല്ലാത്തത് തള്ളിക്കളയണം.
وما اختلفتم فيه من شيء فحكمه إلى الله ذلكم الله ربي എല്ലാ വിഷയത്തിലും വിധി എഴുതുന്ന അല്ലാഹു ഉണ്ടല്ലോ, അവൻ എന്റെ റബ്ബാണ്. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹു അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് വേണം കരുതാൻ. നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്, അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. ഫാത്തിറുസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ച അല്ലാഹു തആല. നിങ്ങൾ നോക്ക്, എത്ര സൗന്ദര്യമാണ് ആകാശത്തിനും ഭൂമിക്കും അല്ലാഹു നൽകിയത്. ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വിശുദ്ധമായ അനുഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല ഉണ്ടാക്കി തന്നു. സംഭാവനക്ക് ആള് വരുന്നുണ്ട്, എല്ലാവരും സംഭാവന കൊടുക്കും. ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് അല്ലാഹു തആല ഇണകളെ ഉണ്ടാക്കി തന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയിൽ നിന്ന് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു തആല സൃഷ്ടിച്ചല്ലോ. അതാണ് മിൻ അൻഫുസികും എന്ന് പറയാൻ കാരണം. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവിടെ തീരുന്നില്ല, പരമ്പരയായിട്ട് റബ്ബ് തആല തന്ന അനുഗ്രഹമാണ്, വളരെ വലിയൊരു അനുഗ്രഹമാണ്. ഇണകളെ സൃഷ്ടിച്ച് സംവിധാനിച്ചു തന്നു എന്നുള്ളത്. വമിനൽ അൻആമി അസ്വാജാ, നാൽക്കാലികളിൽ നിന്നും അല്ലാഹു തആല അങ്ങനെ ഇണകളെ തന്നിട്ടുണ്ട്. യദ്റഉകും ഫീ, ആ സംവിധാനത്തിലായി അല്ലാഹു തആല നിങ്ങളെ സൃഷ്ടിക്കുന്നു, വർദ്ധനവ് നൽകുന്നു. ലൈസ കമിസ്ലിഹി ശൈഅ വഹുവ സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ശൈഅ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. നിങ്ങൾ നോക്കൂ, ഖുർആൻ പറയുന്നത് ലൈസ കമിസ്ലിഹി ശൈഉൻ. അവിടെ ഒരു കാഫുണ്ട്. കാഫിന്റെ അർത്ഥം പോലെ എന്നല്ല, മിസ്ലി എന്ന് പറഞ്ഞാലും പോലെ എന്നാണ്. അപ്പൊ രണ്ട് പോലെ എന്ന് ഒരുമിച്ച് കൊടുത്തത് ഇബ്നു കസീർ പറഞ്ഞു, ഒന്നാമത് കൊടുത്ത കാഫ് തഅ്കീദിനാണ്. അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. എന്തെങ്കിലും ഒരർത്ഥത്തിൽ പറയാൻ പറ്റും, ഒരർത്ഥത്തിലും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞത്, ഈ വിഷയത്തിൽ വിശ്വസിക്കപ്പെടേണ്ട വിഷയം ലാ യുസ്ബിഹു ശൈഅൻ മിൻ മഖ്ലൂഖാതിഹി, സൃഷ്ടികളിൽ ഒന്നിനോടും അല്ലാഹു സാദൃശ്യപ്പെടുന്നില്ല. വലാ യുശബ്ബഹു ബിഹി, അല്ലാഹുവിനെ ഒന്നിനോടും സാദൃശ്യമാക്കാനും പറ്റൂല. അല്ലാഹു ഇങ്ങനെയാണ്, ഏതെങ്കിലും ഒരു രൂപഭാവം വെച്ചിട്ട് ഇങ്ങനെയാണ് അല്ലാഹു തആല, അങ്ങനെ പറയാൻ പറ്റൂല, ചിത്രീകരിക്കാൻ പറ്റൂല. അല്ലാഹു തആലാനെ ചിത്രീകരിക്കാൻ ഒരാൾക്ക് കഴിയൂല. ഇമാമിങ്ങൾ പഠിപ്പിച്ചില്ലേ, എന്ത് നിന്റെ ഖൽബിൽ ഉദിച്ചു വന്നാലും അല്ലാഹു മുഖാലിഫുൽ ലിദാലിക, അതിനൊക്കെ എതിരാണ് അല്ലാഹു തആല. ഒരു രൂപഭാവവും ചിത്രീകരിക്കാൻ പറ്റൂല. പക്ഷെ വലിയ ഇടങ്ങേറുണ്ടായിരുന്ന നമ്മൾ ഇങ്ങനെ അല്ലാഹു തആലാക്ക് തുല്യമായ ഒന്നുമില്ല, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല എന്ന് പറയെങ്കിലും അല്ലാഹു തആലാക്ക് ചിത്രങ്ങൾ വെച്ച് പിടിപ്പിച്ച ഒരു കക്ഷികളുണ്ട്. 1, 2, 3, 4 കുറച്ച് കക്ഷികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന പ്ലാറ്റ്ഫോമിന് കീഴിൽ അവർക്കുണ്ടായ ദുരന്തമാണ് മഹാദുരന്തം. അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കട്ടെ. ഇത് മനസ്സിലാക്കാനില്ല. എന്തായി? അല്ലാഹു തആല അവന്റെ ഖുദ്റത്തിനെ പഠിപ്പിച്ച വിഷയങ്ങളൊക്കെ അവർ നേർക്ക് നേരെ അർത്ഥം വെച്ച് തിരുത്തി. ഖുർആനിൽ വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനിഹി, എന്താ അതിന്റെ അർത്ഥം? ആകാശങ്ങൾ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ആകാശങ്ങൾ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ ഒന്ന് ചുരുട്ടാനേ ഉള്ളൂ, സാധാരണ ആർക്കും തിരിയുന്നതാണ്. എന്തർത്ഥം വെച്ചതിന്? ബിയമീനിഹി, യമീന് കണ്ടതോടുകൂടി അർത്ഥം വെച്ചു വലത്തെ കയ്യും. അപ്പൊ ഖുർആൻ ഇങ്ങനെ തെരഞ്ഞു നോക്കി യസാരിഹി എവിടെങ്കിലും ഉണ്ടോ? അപ്പൊ ഒരാൾ എന്ത് ചെയ്തു? ഇടത്തെ കൈയില്ല, കാരണം അത് ഖുർആനിൽ എവിടെയും കാണുന്നില്ല. അല്ലാഹു തആലക്ക് വലത്തെ കൈയുള്ളൂ. ഇത് ചിന്തിക്കുന്ന ഒരാളെന്താ മനസ്സിലാക്കുക? അല്ലാഹു തആല ആരാന്നാ മനസ്സിലാക്കുക? ഏത് തരത്തിലെ വൈകല്യ ചിന്തിക്കാം? മനുഷ്യന്മാർ ബുദ്ധിയോണ്ട് ചിന്തിക്കൂലേ പറയുമ്പോ. എന്താ അതിന് മുഫസ്സിരീങ്ങളൊക്കെ കൊടുത്തർത്ഥം? വജ്ഹ് എന്നതിന് ദാത്തുൽ മുഖദ്ദസ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദാത്ത് അതിവിടെ നിലനിൽക്കും. അതിന് ഇവര് എഴുതി പച്ച മലയാളത്തിൽ, എന്റെ കയ്യിലുണ്ട് എന്റെ പരിഭാഷ. അവര് പരിഭാഷ എന്ന് പറഞ്ഞ എന്താണ് എഴുതിയത്? മുഖം എന്ന് എഴുതുന്നു. അങ്ങനെ തന്നെ എഴുതി.
അപ്പൊ കണക്കൂട്ടുന്ന ഒരാൾ എന്ത് ചിന്തിച്ചു? അരക്കെട്ടില്ല, കഴുത്തുമില്ല, തലയുമില്ല, ഏത് മാത്രം? നിങ്ങൾ നോക്കി വികലമായ രൂപത്തിൽ ചിത്രീകരിച്ചു. നമ്മൾ വിമർശിക്കല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ അങ്ങനെ പെട്ടുപോകാൻ പാടില്ല. ഭൂമുഖത്തുള്ള മുഴുവനും നശിക്കും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദാത്ത് ശേഷിക്കും. പിന്നെ എന്തേ അവിടെ വജ്ഹ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് പിന്നുള്ളൊരു വിഷയം. അതെന്താ? ബഹുമാനമുള്ള ഒന്നാണല്ലോ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ബഹുമാനമുള്ളതല്ലേ വജ്ഹ്. അതുകൊണ്ടാണ് അല്ലാഹു തആലയുടെ ദാത്തിനെ സൂചിപ്പിക്കുന്നിടത്ത് അത് പറഞ്ഞത്. അല്ലാതെ അത് ഒരു അവയവം എന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിശദീകരിക്കാനും കഴിയില്ല. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു യദുല്ലാഹി ഫൗഖ ഐദീഹിം. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ കഴിവ്. ആ കഴിവിലേക്ക് സൂചിപ്പിച്ചിട്ടാണ് യദുല്ലാഹി എന്ന് പറഞ്ഞത്. അവരെത്ര കഴിവുള്ളവരാണെങ്കിലും എത്ര ശക്തിയുള്ളവരാണെങ്കിലും റബ്ബു തആലയുടെ കഴിവും റബ്ബിന്റെ നിയന്ത്രണവും അതിനൊക്കെ മേലെയാണ്. അവരുടെ കൈകൾക്ക് മുകളിലാണ് അല്ലാഹുവിന്റെ കൈ. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? ഇതുകൊണ്ട് വന്ന ദുരന്തം എന്താ പറയുന്നത്? കുറെ കാലം മറ്റു മതവിശ്വാസികളൊക്കെ മുസ്ലിങ്ങളുടെ ഇലാഹ് വളരെ പരിശുദ്ധിയുള്ള ഇലാഹാണ്, കാരണം അതിന് ആരും രൂപഭാവങ്ങൾ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ തൊട്ടടുത്ത കാലത്ത് അവർ പറഞ്ഞു ഉണ്ട്, നമ്മൾ ഇങ്ങനെ വരച്ചു കുറിച്ചതുപോലെ അവർക്കും ഉണ്ട്. ഇതാ എഴുതിക്കുന്നത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അവര് വായിച്ചു പറഞ്ഞു. വിശുദ്ധ ഇസ്ലാമിന് അങ്ങനെ മാനക്കേടുണ്ടാക്കി ചെറുതല്ല. അതുകൊണ്ട് അള്ളാഹു എങ്ങനെയാണോ പഠിപ്പിച്ചത് അതിലേക്കാ തിരിയേണ്ടത്. ലൈസ കമിസ്ലിഹി ശൈ. മഖ്ലൂഖാത്തിൽ ഒന്നിനോടും അള്ളാഹുവിനെ തുല്യപ്പെടുത്താൻ പറ്റൂല. റബ്ബ് തആലയെ ഒന്നിനോടും സാദൃശ്യപ്പെടുത്താൻ പറ്റൂല. ഫലാ തശാബുഹ ബൈനഹുമാ ഫിൽ മാനൽ ഹഖീഖി. യഥാർത്ഥ അർത്ഥത്തിൽ ഖാലിഖും മഖ്ലൂഖും തമ്മിൽ രണ്ടും രണ്ടാണ്. ഒരു വിഷയത്തിനും സാദൃശ്യമില്ല. അള്ളാഹുവിന്റെ സിഫത്തുകളോ അത് ഖദീമായ സിഫത്തുകളാണ്. നമ്മൾ പറയൂലേ, ഞാനും കേൾക്കുന്നുണ്ട്, അള്ളാഹുവും കേൾക്കുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്, അള്ളാഹുവും കാണുന്നുണ്ട്. വ്യത്യാസമില്ലേ? എത്ര വ്യത്യാസമുണ്ട്? റബ്ബിന്റെ സിഫത്തൊക്കെ ഖദീമാൻ. നമ്മുടെ സിഫത്തുകളോ അതിനോരോ ലക്ഷ്യമുണ്ട്. അത് ചില സമയത്തുണ്ടാകും, ചിലപ്പോ ഉണ്ടായില്ലാന്ന് വരും, ഉള്ളത് പോയിന്നും വരും. റബ്ബ് തആലയുടെ സിഫത്തോ ഒരിക്കലും അത് പോകൂല, അതിന് മാറ്റം വരൂല, അതിന് ഏറ്റം സംഭവിക്കൂല, കുറവ് സംഭവിക്കൂല. ലൈസ കമിസ്ലിഹി ശൈഇ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു തആല എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. ഇവിടെ ഗസാലി ഇമാം നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ കർശനമായിട്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ സൂചിപ്പിക്കട്ടെ. ഞാൻ അതിനാണ് മറ്റു വിഷയങ്ങളൊക്കെ വേഗം പറഞ്ഞത്. സമീഉൽ ബസീർ എന്ന ആയത്ത് വിശദീകരിച്ച് നമ്മളിപ്പോ വലിയ കുഴപ്പത്തിലാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ കൂട്ടുകാര് വലിയ അപകടത്തിലാണ്. നിങ്ങൾ കണ്ടോ, സമഉം ബസറും പഠിപ്പിക്കുന്നിടത്ത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഇന്നമാ ഹല്ലുൽ അബ്ദി മിൻഹു അംറാൻ. കേൾവിയും കാഴ്ചയും അല്ലാഹു കൊടുത്തതിന് അടിമകൾ സ്വീകരിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. അടിമ മനസ്സിലാക്കേണ്ടത് രണ്ടെണ്ണമാണ്. അല്ലാഹു സമീആണ്, അല്ലാഹു ബസീറാണ് എന്ന് പഠിപ്പിച്ചതില്ലെന്ന് രണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അയ്യഅലമ അന്നല്ലാഹ സമീഉൻ ഫയഹ്ഫദു ലിസാനഹു. അല്ലാഹു കേൾക്കുന്നവനാണ് എന്ന് അറിയുന്ന മനുഷ്യൻ നാവിനെ സൂക്ഷിക്കണം, നാവിനെ ശ്രദ്ധിക്കണം. നാവിനെ ശ്രദ്ധിക്കാൻ കഴിയാത്ത ആൾക്ക് മറ്റൊന്നിനെയും ശ്രദ്ധിക്കാൻ കഴിയൂല. ഇതിൽ മർഉ ലം യഖുദുൻ അലൈഹി ലിസാനഹു ഫലൈസ അലാ ശൈഇൻ സിവാഹു ബിഖദ്ദാനി. നാവിനെ സൂക്ഷിക്കാത്ത മനുഷ്യന് വേറൊന്നും സൂക്ഷിക്കാൻ കഴിയില്ല. നാവാണ് ഏറ്റവും പ്രധാനമായത്. അള്ളാഹ് കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അടിമ മനസ്സിലാക്കണം, എന്റെ നാവ് കൊണ്ട് പറയുന്നത് അള്ളാഹു കേൾക്കുന്നുണ്ട്. രണ്ടാമതായി അള്ളാഹ് നമുക്ക് കേൾവിയെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹിന്റെ കലാമിനെ കേൾക്കാനും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കേൾക്കാനും, അതുകൊണ്ട് നേർവഴിയിലേക്കുള്ള മാർഗങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കേൾക്കാനുമാണ്. അതുകൊണ്ട് അള്ളാഹ് അനുവദിച്ചതിലല്ലാതെ
കേൾവി വിനിയോഗിച്ചൂടാ. ഇവിടെ ഇസ്മായിൽ ഹിദ്ദി തങ്ങള് റൂഹുൽ ബയാനിൽ വിശദീകരിക്കുന്നുണ്ട്. വസ്തിമാഉ സൗത്തിൽ മലാഹി ഹറാം, സംഗീത ശബ്ദങ്ങൾ കേൾക്കുന്നത് ഹറാമാണ്. വൈസമ്യ ഭക്തൻ പെട്ടെന്ന് അങ്ങനെ കേട്ടുപോയാൽ കുറ്റമില്ല, പക്ഷേ കാതുപൊത്തി പോകണം. കഴിവിന്റെ പരമാവധി കേൾക്കാതിരിക്കാൻ ശ്രമിക്കണം. കേൾക്കാതിരിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് തെളിവ് പറയുന്നത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കേൾക്കാൻ പറ്റാത്ത ശബ്ദം കേട്ടപ്പോൾ അവിടുത്തെ കൈവിരൽ കാതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിപ്പിച്ചു. കേൾക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇന്ന് തലങ്ങും വലങ്ങും ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഈ അനാവശ്യം ഗ്രസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേൾവിയുടെയും കാഴ്ചയുടെയും സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഹദീസിൽ കാണാം, സംഗീത ശബ്ദങ്ങൾ കേൾക്കുന്നത് കുറ്റകരമാണ്. ഇനി ഹദീസില്ലാതിരിക്കാൻ നിർവാഹമില്ല. തഫ്സീറ ഞാൻ വായിക്കുന്നത്, ഇസ്തിമാഉ സൗത്തിൽ മലാഹി നിയന്ത്രിക്കണം. കഴിവിന്റെ പരമാവധി അങ്ങേയറ്റം നിയന്ത്രിക്കണം. വേണ്ടാന്ന് വെക്കാൻ പറ്റുമെങ്കിൽ അത് ഹൈറാണ്. സംഗീത ശബ്ദങ്ങൾ കേൾക്കുന്നത് ഹറാമാണ്. വൽ ജുലൂസു അലൈഹാ ഫിസ്ഖുൻ, അത് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നത് അനാവശ്യമാണ്, തെമ്മാടിത്തരമാണ്. കൂട്ടം കൂടിയിരുന്ന് കേൾക്കുന്നവരില്ലേ, ഒരു റൂമിൽ കൂടിയിരുന്ന് കേൾക്കുന്നവരില്ലേ, ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി കേൾക്കുന്നവരില്ലേ, പല സദസ്സുകളിലും കേൾക്കുന്നവരില്ലേ, വീട്ടിലെ മാതാവും പിതാവും മക്കളും പേരമക്കളും ഒരുമിച്ചിരുന്ന് അനാവശ്യങ്ങൾ കേൾക്കുന്നവരില്ലേ, കാണുന്നവരില്ലേ. വൽ ജുലൂസു അലൈഹാ ഫിസ്ഖുൻ, അതേ അതിനു വേണ്ടി ഇരിക്കുന്നത് അനാവശ്യമാണ്, ദുർമാർഗമാണ്. അതുകൊണ്ട് ആനന്ദം കൊള്ളുന്നത് കുഫ്റാകുന്നു. ഒരു ദിവസം അനാവശ്യമായ എന്തെങ്കിലും ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ ഉറക്കം വരാത്തവരാണോ? ഒഴിവ് വേള കിട്ടുമ്പോഴേക്ക് ഉപകരണങ്ങളുമായി ആ സംഗീത ശബ്ദങ്ങളിലൂടെ സല്ലപിക്കുന്നവരാണോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ താക്കീത് ചെയ്ത് പഠിപ്പിക്കുന്നു, വത്തലദ്ദുദു ബിഹാ കുഫ്റുൻ, അതുകൊണ്ട് ആനന്ദം കൊള്ളല് കുഫ്റാണ്, കുഫ്രിയത്തിലേക്ക് പോകാനുള്ള മാർഗമാണ്. നന്നായി ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ക്ലാസിന്റെ മറവില് അനാവശ്യങ്ങൾ കേൾക്കുന്നു, കാണുന്നു. ഉപകരണങ്ങൾ ചെറുതു മതിയായിട്ടും എന്തിനാ വലുത്? എല്ലാവർക്കും ഇപ്പൊ വലുത് വേണം. വീട്ടിലെ സഹോദരിമാർക്ക് വരെ വലുത് വേണം. കണ്ടിട്ട് സംസാരിക്കാനാണ് പലരും പറയുന്നത്. കാണാതെ സംസാരിച്ചാൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? സംസാരിച്ചെങ്കിൽ ഇഖ്ലാസ് കിട്ടില്ല, കണ്ടിട്ട് സംസാരിച്ചെങ്കിലേ ഇഖ്ലാസ് കിട്ടുള്ളൂ. അങ്ങനെ ചിലരോ തൗജീഹാത്ത് കൊല്ലം കൊല്ലം അങ്ങനെ കൂടി വരികയാണ്, ന്യായങ്ങൾ. അത് കണ്ടിട്ട് സംസാരിക്കാം, കാണാൻ സംസാരിച്ചാവൂലോ. അത് ഒരു ന്യായം. പക്ഷെ അതിന്റെ മറവിൽ നടക്കുന്നതോ, അതുകൊണ്ടുണ്ടായി തീരുന്ന ബുദ്ധിമുട്ടുകളോ, നേർക്ക് ദിക്റെല്ലാം പറ്റുന്നുണ്ടോ? ദിക്റെല്ലുമ്പോഴേക്ക് മനസ്സിൽ ചിത്രം വരുന്നു, നിസ്കരിക്കുമ്പോഴേക്ക് മനസ്സിൽ പല ചിത്രങ്ങളും വരുന്നു, ഖുർആൻ ഓതുമ്പോഴേക്ക് പല ചിത്രങ്ങളും പല സംഗീത ശബ്ദങ്ങളും അടിച്ചു വരുന്നു. എവിടെ പിടിച്ചു മുറുക്കാൻ കഴിയുന്നത്? നിങ്ങൾ നോക്കൂ, ഒരു 100 സ്വലാത്ത് ചെല്ലുമ്പോഴേക്ക് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ മനസ്സിൽ ഹാജരാക്കി തങ്ങളുടെ സിഫത്തുകളും സ്വഭാവങ്ങളും രൂപപ്പെടുത്തി ചൊല്ലാൻ കഴിയുന്നില്ല. എന്തേ കാരണം? അതിനേക്കാൾ എത്രയോ അതൊന്ന് മനസ്സിലേക്ക് വരുന്നതിന് തടസ്സമായ പലതും മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. മായാത്ത രൂപത്തിൽ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ചിലര് കണ്ടില്ലേ, മണിക്കൂർ കണക്കിന് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. സംഗീതങ്ങൾ കേട്ടത്, സിനിമ കണ്ടത്, ഒരു വള്ളി വ്യത്യാസമില്ലാതെ പറഞ്ഞിട്ട് മറ്റുള്ള ആൾ അതിന് ട്രെൻഡാക്കിയിട്ട് അവനെ വീട്ടുന്നു. പിന്നെ അവന്റെ കൂടെയാണ് ബാക്കിയുള്ളത് കാണാനും കേൾക്കാനും നിൽക്കുന്നത്. ചെറുപ്പക്കാരെ, അതിൽ പെട്ടുപോയാൽ കൽബ് നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് തിരിക്കാൻ കഴിയില്ല. ഉമ്മമാരെ, അല്ലാഹുവിലേക്ക് തിരിക്കാൻ കഴിയില്ല. റജബ് മാസമാണ്, ശ്രേഷ്ഠ രാവുകൾ വരുന്നു, മനസ്സ് റബ്ബിലേക്ക് തിരിക്കാൻ പറ്റൂല.
പാടില്ല. പ്രായമുള്ള ഉപ്പമാരെ, അത്തരത്തിലുള്ള ശബ്ദകോശങ്ങൾ കേൾക്കാതിരിക്കാൻ ശ്രമിച്ചോളൂ. കഴിവിന്റെ പരമാവധി ശ്രമിക്കണം. അങ്ങാടിയിൽ അത്തരത്തിലൊരു പരിപാടി ഉണ്ടെങ്കിൽ 5 വക്ത് നിസ്കരിക്കുന്ന മുസ്ലിം സഹോദരീ സഹോദരങ്ങളോട് പറയട്ടെ, കൂട്ടം കൂടി നിൽക്കാനല്ല ശ്രമിക്കേണ്ടത്. വഹുവസ് സമീഉൽ ബസീർ, എല്ലാം കാണുന്ന കേൾക്കുന്ന റബ്ബ് നമുക്ക് കേൾവി തന്നത് കേൾക്കാൻ പറ്റുന്നത് കേൾക്കാനാണ്, കാണാൻ പറ്റുന്നത് കാണാനാണ് എന്ന ചിന്തയോടെ മാറി നിൽക്കുകയാണ് വേണ്ടത്. അനാവശ്യ രംഗങ്ങളാണ് ആ പഠിപ്പിക്കുന്നത്. അതേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച വിഷയം ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹജ്ജി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അല്ലാഹു തആല അറിയും എന്ന ബോധത്തോടുകൂടെ ചെയ്ത മനുഷ്യൻ അവൻ എത്ര പരാജിതനാണ്. ഇതൊക്കെ റബ്ബ് തആല അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന ഒരു ബോധത്തോടുകൂടെയാണ് പിന്നെയും ചെയ്യുന്നതെങ്കിൽ ഇത് ചെയ്യാൻ അവന് വന്ന ധൈര്യം എത്രയാണ്, അവന് വന്ന പരാജയം എത്രയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ശബ്ദകോശങ്ങൾ മുടങ്ങുന്നത് നമ്മൾ ശരിക്കും ലിമിറ്റ് ചെയ്യണം, ശരിക്കും ശ്രദ്ധിക്കണം. ക്യാഷ് കൊടുത്തിട്ട് പോലും നിങ്ങളുടെ മൊബൈലിന്റെ റിംഗ് ട്യൂണോ അല്ലാത്ത ട്യൂണോ ആയിട്ടൊന്നും അങ്ങനത്തെ വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ചോദ്യമുണ്ടെന്ന് മറക്കരുത്. നമ്മൾ ഓരോരുത്തരും ശരിക്കും ശ്രദ്ധിക്കണം. മറ്റാരും കേൾക്കണ്ട എന്ന് കരുതിയിട്ട്, വേറെ ആൾക്ക് നമ്മളെ കൊണ്ട് കേടാകണ്ടെന്ന് കരുതിയിട്ട് അവര് മാത്രം കേൾക്കുള്ളൂ. ചിലപ്പോ അത് ഈ റത്തീബത്യത് പോലും കേൾക്കാൻ പറ്റില്ല. ആ രൂപത്തിൽ സ്വകാര്യമായിട്ട് കാതിന്റെ ഉള്ളിലേക്ക് ഉപകരണങ്ങൾ തിരികെ വെച്ച് കേൾക്കുന്നവരുണ്ട്. അവര് ഉറങ്ങിയാലും ഈ സംഗീതജ്ഞന് ഒരു ഉറക്കമില്ല, അയാളങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉപകരണമോ അത് ശ്രവണപുടത്തിൽ നിന്ന് വേർതിരിഞ്ഞിട്ടില്ല, രാവിലെ വരെ അവിടെ ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ, നമ്മൾ ആരോഗ്യ പ്രശ്നമല്ല, ആത്മീയ പ്രശ്നമാ പറയുന്നത്. അതുകൊണ്ട് നല്ല കരുതലോടെ ശ്രദ്ധിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഹദീസ് നോക്ക് നിങ്ങൾ, എത്ര വലിയ കുറ്റമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് സർവ്വവ്യാപകമായിട്ടില്ലേ, സർവ്വവ്യാപകമായി നിന്നിട്ട് ഹലാലായിക്കോണമെന്നില്ല. നല്ലതും ചീത്തയും പെരുത്ത് വന്നാൽ വലോ ആജബക കസ്റത്തുൽ ഖബീൽ, ദുഷിച്ചതിന്റെ വർധനവ് നിന്നെ വിസ്മയപ്പെടുത്തിയാലും ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബു, നല്ലതും ചീത്തയും സമമാവുകയില്ല. എത്ര ആളുകൾ അതിനുണ്ടെന്ന് പറഞ്ഞാൽ, കോടിക്കണക്കിന് ആളുകൾ അതിന്റെ ഉള്ളിൽ പിന്നിലുണ്ട് എന്ന് നിന്നോട് പറഞ്ഞാലും, ഇനി പെടാത്തവരാരുമില്ല എന്ന് പറഞ്ഞാലും, ഈ ഒറ്റയ്ക്ക് നിന്റെ ഗ്രാമത്തിലുള്ളൂ എന്ന് പറഞ്ഞാലും നിനക്കാണ് മാർക്ക്. അതുകൊണ്ട് സഹോദരിമാർ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു ബസ് കാത്തു നിൽക്കുന്ന, ഒരു കല്യാണപ്പുരയിൽ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ നോക്ക്, ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അറിയാതെ പലരും നമ്മുടെ ഫോട്ടോ പകർത്തിപ്പോയി. അതിനെന്തെല്ലാമോ ഐഡിയകൾ അവരെടുത്തുണ്ട്. പുരുഷന്മാരത്ത് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും അതിന് സർവ്വവിഭാഗമായി എല്ലാ വിഷയങ്ങളും പഠിച്ചു കഴിഞ്ഞു. ക്ലാസ് കേൾക്കാനാണ് കുട്ടിക്ക് കൊടുത്തത്. കുട്ടി ക്ലാസ് എടുത്തിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാപ്പയോ ഉമ്മയോ വരുമ്പോൾ ഒരു ബട്ടൺ അമർത്താൻ. ഇപ്പുറത്താണെങ്കിൽ കുട്ടിക്ക് കാണേണ്ട ആവശ്യമുള്ളത്, കേൾക്കേണ്ട ആവശ്യമുള്ളത് അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അഥവാ അവർ വരുന്നു എന്നൊരു നീര് തോന്നിയാൽ മറ്റേ ബട്ടൺ അമർത്തി. അപ്പോൾ ശരിക്കുള്ള ക്ലാസ്, ആ ക്ലാസ് ഇങ്ങനെ അവതരിപ്പിക്കുന്നു, മേറ്റർ വരുന്നു, കേൾക്കുന്നു, ഒന്ന് നോക്കുന്ന സമയത്ത് പിന്നെ കാണുന്നതൊക്കെ അതാ. നിങ്ങൾ നോക്കി, ഈ രൂപത്തിലേക്ക് നമ്മൾ കെട്ടയിച്ചു വിടരുത്. നമ്മൾ ആൾക്കാർ എന്തായാലും അത് കുട്ടി കേട്ടോട്ടെ, ക്ലാസ് കേൾക്കല്ലേ, അത് കേട്ടോട്ടെ എന്ന് നാ ഒന്ന് നിയന്ത്രിക്കുക, ഒന്ന് നോക്കുക. അതൊരു സ്വഭാവമല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ അത് വിടാത്ത രൂപത്തിൽ അതങ്ങ് പിടിച്ചു പറ്റിയപ്പോ അതിൽ നിന്ന് എങ്ങനെയും സലാമത്താകാത്ത രൂപത്തിലായപ്പോ കുട്ടി ഭ്രാന്തി കാണിക്കാൻ തുടങ്ങാണ്. കിട്ടാഞ്ഞാല് ഭക്ഷണം കഴിക്കൂല മറ്റ്. അവിടൊക്കെ നമ്മൾ നല്ലോണം സമരസപ്പെടണം. കഴിവിന്റെ പരമാവധി അവരെ ഉപദേശിക്കണം, എന്നിട്ട് രക്ഷപ്പെടുത്തണം. അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായിത്തീരുന്ന ദുരന്തങ്ങൾ ചെറുതല്ല, വളരെ വലുതാണ്. ദീനും ദുന്യാവായിട്ട് ഒരു ഇൽമു പഠിക്കാനും താല്പര്യം ഉണ്ടാവും. ഏറ്റവും പ്രധാനമായിട്ടതാണ്. അത്തരത്തിൽ അടിച്ചായ ആൾക്കാരെ ആലോചിച്ചു, അവരിങ്ങനെ എന്തോ ഒരു അന്തം വിട്ട രൂപത്തിലുണ്ടാകും. ഖുർആൻ ഓതാൻ ഇതിനവർക്ക് മനസ്സില്ല.
നിസ്കരിക്കാൻ. പിന്നെ അങ്ങനെ സാധാരണ പോകുന്നോണ്ട് അങ്ങനെ പോകുന്നു എന്നല്ലാതെ ഒറ്റക്കും തെറ്റൊക്കെ എപ്പോഴെങ്കിലും പോയാൽ അതിനൊരു വിഷമമില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ പോട്ടെ അടുത്ത് നോക്കാൻ നോക്കും. ഹദ്ദാദ് റാത്തീബ് പോലത്തെ പതിവാകുന്നത് അതിലേക്ക് ശ്രദ്ധ ഉണ്ടാകും. എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലും ചെല്ലുമ്പോ കൂട്ടത്തിലും ചെല്ലിണ്ടാവും. ഈ ആത്മീയമായ ഭാവങ്ങളൊക്കെ തച്ചു തകർത്തത് സത്യത്തിൽ ഇതാണ്. അതിന് നമ്മൾ ഓരോരുത്തരും അതിന്റെ ആളുകളായി മാറി എന്നുള്ളതാ കുഴപ്പം. അതാരും ഇറക്കി തന്നു എന്നുള്ളതല്ല കുഴപ്പം. ഇറക്കി തന്നൊക്കെ സ്വീകരിക്കേണ്ട ആൾക്കാരല്ലല്ലോ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ച് ആ ഭാഗം നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വളരെ വലിയ ദുരന്തങ്ങൾ അതിന്റെ പിന്നിൽ നമ്മെപ്പോലും നമ്മുടെ പരിശുദ്ധി പോലും നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കൈവിട്ടു പോകുന്ന രൂപത്തിലേക്ക് ഒരിക്കലും ആ വിഷയങ്ങൾ പോകരുത്. ചെറിയ ഉപ്പമാര്, പ്രായം തികയാത്ത, ഞാൻ പറയട്ടെ, 10, 45, 50 വയസ്സുള്ള ഉപ്പമാര്, മക്കളൊക്കെ ചുറ്റുമുണ്ട്. അവര് മൊബൈൽ ഓണാക്കി സിനിമയും സംഗീതവും ഇങ്ങനെ കാണുന്നു അല്ലേ? അവര് മരിച്ചാലും പോണം നമ്മൾ മൈറ്റിസ്കരിക്കുക, അവര് മരിച്ചാലും പോണം നമ്മൾ നിർത്തിയില്ല. നമ്മൾ പോയില്ലെങ്കിൽ അയാൾ വന്നില്ലാന്ന് ഭയങ്കര വിഷയം. അവരെന്തെങ്കിലും കാര്യത്തിൽ വിളിച്ചാൽ അതിനും പോണം. അവര് കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നം തന്നെ. പിന്നെ ആ കുട്ടികളോട് ഈ വാപ്പ എല്ലാം പറഞ്ഞാൽ കേൾക്കും. ഈ വാപ്പാന്റെ മനസ്സിൽ മുഴുവനും ആ കോമഡിയും ആ സിനിമയും ആ അനാവശ്യങ്ങളും ഇങ്ങനെയുള്ള വിഷയങ്ങളല്ലേ ഉള്ളത്. അപ്പൊ ആ വാപ്പാന്റെ വില തന്നെ മക്കൾക്കിടയിൽ പറ്റ ചുരുങ്ങിപ്പോയി. വാപ്പാന്ന് പറഞ്ഞ ആ കാണുന്ന ഒരു സാധനം എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ കാശ് തരാൻ പറ്റിയ ഒരു വസ്തുവായിട്ട് മാത്രം വാപ്പയെയും ഉമ്മയെയും കാണാനുള്ള കാരണം വാപ്പമാരും ഉമ്മമാരും ഇതിന്റെ ആളുകളായി മാറി എന്നതുകൊണ്ടാണ്. കുട്ടികൾ വലത്തോടത്തൊക്കെ ഇരിക്കുന്നുണ്ട്, അവർ നോക്കുന്നുണ്ട്. എന്താ വാപ്പ നോക്കുന്നത്? വാപ്പ കാണുന്ന എന്താ? കുട്ടികൾക്ക് മനസ്സിലായി വാപ്പ എന്താ കാണും. വാപ്പ സെക്സ് ആണ്. കുട്ടിക്ക് ശരിക്കും മനസ്സിലായി. പിന്നെ വേറെ ഒരു വാനോ ഒരു ക്ലാസ് തൊട്ടപ്പോഴേക്ക് കുട്ടി പറയാൻ തുടങ്ങി, വാപ്പ ഇത് രസമല്ല, നിങ്ങൾ നേരത്തെ കണ്ടതില്ല. അതിന്റെ വാപ്പ എത്ര പറഞ്ഞിട്ടുണ്ടാതിരിക്കുന്നു. ഉമ്മാനെ കൂടി കേൾപ്പിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു, മദ്രസിലും ചേർത്തിട്ട് സ്കൂളും ചേർത്തിട്ട് കുട്ടി പറഞ്ഞു, നിങ്ങൾ നേരത്തെ കണ്ട സെക്ഷൻ അടി വാപ്പ, അതാ കാണാൻ രസം. അപ്പയാണ് ഉമ്മയും ഉമ്മാമയും ഭാര്യയൊക്കെ ചിന്തിക്കുന്നത്, ഇതാണ് ഇപ്പൊ എന്റെ ഭർത്താവ്, ഇതിന്റെ കൂടെ ഇപ്പൊ ഞാൻ ജീവിക്കേണ്ടത്, ഇതാണ് ഇപ്പൊ എന്റെ മോന്. നിലവാരം പോയി, മനുഷ്യന്റെ അഭിമാനം പോയി. പിന്നെ എത്ര വിലയുണ്ടാകും ആ ബാപ്പാക്ക മകനെ. നമ്മളെ പഴയ കാലത്തെ ഉപ്പമാര് ഉമ്മമാര് എങ്ങനെയാ മക്കളെ ആത്മീയമായി വളർത്തിയത്? മടിത്തട്ടിലിരുത്തും, അവർ ചൊല്ലുന്ന ഔറാദുകൾ, ദിക്റുകൾ കേൾപ്പിക്കും, ഹദ്ദാദ് കേൾപ്പിക്കും, ഖുർആൻ കേൾപ്പിക്കും. ആ ഒരു കാറ്റ് തട്ടിയിട്ടെങ്കിലും മക്കളിൽ ആത്മീയ ഭാവങ്ങൾ നിലനിൽക്കും. ആ വിഷയങ്ങൾ അസ്തമിച്ചപ്പോൾ പിന്നെ കയറി വന്നത് ഇതാണ്. അപ്പൊ ഒരു കട്ടിൽ ചാരിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോ കുട്ടികളൊക്കെ ഉണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ല. നല്ല അതപോട് കൂടി കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്, കച്ചറ കളിക്കുന്നില്ല, ഓടിച്ചാടുന്നില്ല. എങ്ങനെ ഓടിച്ചാടുക? ശൈത്താൻ ആ കുട്ടികളൊക്കെ പിടിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് ഇരുത്തിയില്ലേ. അങ്ങനെ പോയി നോക്കുമ്പോ മോട്ടർ ഇട്ടിട്ടാണ് ഈ വന്ന് കിടന്നിരിക്കുന്നത്. മോട്ടറൊക്കെ 2-3 ദിവസം നിറയേണ്ട വെള്ളങ്ങളൊക്കെ ഒലിച്ചുപോയി. അറിഞ്ഞില്ല. എങ്ങനെ അറിയാനാ? കാരണം ഇത് വേറെ ലോകത്തെത്തിപ്പോയി. താഴെ പോയി നോക്കുമ്പോ ഗ്യാസ് എടുത്ത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാക്കാനായിട്ട്. ഗ്യാസ് തന്നെ തീർന്നു പോയി, അതും അറിഞ്ഞില്ല. നഷ്ടങ്ങൾ വേറെയും പലതുണ്ട്. എന്തെല്ലാം ദുരന്തങ്ങളാണ് സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് ഖുർആനോടും ഹദീസിനോടും ആത്മീയ ഭാവങ്ങളോടും മനസ്സിന് ഉണക്കമുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഒന്നുകൂടി ഹദീസ് ആവർത്തിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇസ്തിമാഉ സൗത്തിൽ മലാഹി മഅസിയ, സംഗീത ശബ്ദങ്ങൾ കേൾക്കുന്നത് കുറ്റകരമാണ്. വൽ ജുലൂസു അലൈഹാ ഫിസ്ഖുൻ, അതിനുവേണ്ടി കാത്തു കഴിയുന്നത് ഇരിക്കുന്നത് ദുർമാർഗമാണ്, ഫിസ്ഖാണ്, ഫാസിഖാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ആനന്ദം കൊള്ളുന്നത് നിഷേധമാണ്, കുഫറാകാൻ സാധ്യതയുള്ളതാണ്. അതൊന്നും കുഴപ്പമില്ലാന്ന് വിശ്വസിച്ച ആൾ കാഫിറായി പോയി, ഇസ്ലാമെന്ന് പുറത്തായി പോയി. ഇതൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ എന്നാണ് ചിന്തയെങ്കിൽ ഹറാമ് നിസ്സാരവൽക്കരിച്ചാൽ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഈമാൻ പോയി പോകും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വിഷയം സംഭരിക്കുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ.